അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എജിപീഡിയയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊമേഴ്ഷ്യൽ ആൻഡ് മീഡിയ റൈറ്റിംഗ് ഇൻ അറബിക് എന്ന അഫ്ദൽ ഉലമയുടെ തേർഡ് സെമ്മിൻ്റെ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. മുമ്പ് നമ്മൾ നവംബർ 2021 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് അഥവാ പാരഗ്രാഫ് ആൻഡ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഒന്നാമത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. പലരും നമ്മളെ വിക്കിപീഡിയ ട്യൂട്ടോറിയലിൻ്റെ അഫ്ദൽ ഉലമക്ക് മാത്രമായുള്ള ടെലഗ്രാം ഗ്രൂപ്പിൽ രണ്ടാമത്തെ പാർട്ടും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. പരമാവധി സരളമാക്കാനും ഷോർട്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ PDF ആവശ്യമുള്ളവർക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മളിതിൽ അതിൽ വന്ന പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളൊന്ന് നമുക്ക് നോക്കാം. ഇതാണ് പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെക്ഷൻ ബി. ഇവിടെ നിങ്ങൾ നോക്കൂ, ഏറ്റവും ചുരുങ്ങിയത് ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് കൊടുത്തിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് 5 ക്വസ്റ്റ്യൻസ്. ഓരോന്നിനും മുതൽ 6 മാർക്ക് വീതമാണുള്ളത്. ഓക്കെ, നമുക്ക് ഏതായാലും ക്വസ്റ്റ്യൻസ് ഓരോന്നും പരിചയപ്പെട്ടു നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കൂ, എന്താണ് അതിൽ പറയുന്നത്? കൈഫ തുജദ്ദിബു അൽ ഖനവാത്തു തിൽഫിസിയൂനിയ അൽ മുഷാഹിദീൻ അൽ മുഖ്തലിഫീന ഫി ത്വബീഅത്തിൽ അദ്വാഖി. ഇതാണ് ചോദ്യം. അഥവാ എങ്ങനെയാണ് ടെലിവിഷൻ ചാനലുകൾ, ഖനവാത്ത് എന്ന ചാനലുകൾ, തെൽഫിസിയൂൻ ടെലിവിഷൻ ചാനലുകൾ എങ്ങനെയാണ് അൽ മുഷാഹിദീന ആകർഷിക്കുന്നത്? തുജദ്ദിബു പറഞ്ഞാൽ ആകർഷിക്കുക, അട്രാക്ട് ചെയ്യിക്കുക. അൽ മുഷാഹിദീന പ്രേക്ഷകരെ, അൽ മുഖ്തലിഫീന വ്യത്യസ്തരായ, ഫി ത്വബീഅത്തിൽ അദ്വാഖീൻ അതായത് വ്യത്യസ്തമായ ടേസ്റ്റുകൾ, അഭിരുചികളുള്ള ആളുകളെ എങ്ങനെയാണ് ടെലിവിഷൻ ചാനലുകൾ ആകർഷിപ്പിക്കുന്നത്? ബയ്യിൻ വിശദീകരിക്കുക എന്നാണ് അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്കതിൻ്റെ ആൻസർ നോക്കാം. നോക്കൂ, തുജദ്ദിബു القنوات التلفزيونية المشاهدين المختلفين في طبيعة الأذواق. ഈ ടെലിവിഷൻ ചാനലുകൾ ആകർഷിപ്പിക്കുന്നു അൽ മുഷാഹിദീന പ്രേക്ഷകരെ, അൽ മുഖ്തലിഫീന ഫി ത്വബീഅത്തിൽ അദ്വാഖി വ്യത്യസ്ത ഡിഫറൻറ്റ് ടേസ്റ്റുകളുള്ള, വ്യത്യസ്ത അഭിരുചികളുള്ള ആളുകളെ, ബിഷംലി ഔഖാത്തിൻ മുഖ്തലിഫത്തിൻ പ്രത്യേകമായി ചില സമയങ്ങൾ നൽകൽ കൊണ്ട്, ഉൾപ്പെടുത്തൽ കൊണ്ട്, ഇദാഅത്തിൽ അഖ്ബാരിൽ മഹല്ലിയ പ്രാദേശിക വാർത്തകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ. ഇദാഅത്ത് എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാട്ടോ, ഇദാഅത്തിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. അൽ അഖ്ബാറുൽ മഹല്ലിയ എന്ന പ്രാദേശിക വാർത്തകൾ, വദ്ദുവലിയ അതുപോലെ ഇന്റർനാഷണൽ വാർത്തകൾ, അതുപോലെ വൽ ബറാമിജ് സ്വബാഹിയ അൽ മുത്തനവ്വിഅ വ്യത്യസ്തമായ മോർണിംഗ് ഷോകൾ. ഇപ്പോൾ പ്രഭാത സമയത്തുണ്ടാകുന്ന പ്രോഗ്രാമുകൾക്കാണ് ബറാമിജ് എന്ന ബർനാമിജിന്റെ ജമ്മാണ് പ്രോഗ്രാമുകൾ. അപ്പോൾ വ്യത്യസ്തമായ മോർണിംഗ് പ്രോഗ്രാമുകൾ. അതുപോലെ വൽ മുസൽസലാത്തി തിൽഫിസിയൂനിയ അഥവാ വിവിധ ടെലിവിഷൻ സീരിയലുകൾ. മുസൽസലാത്ത് എന്ന തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന സീരിയലുകൾക്കാണ് മുസൽസലാത്ത് എന്ന് പറയുക. അതുപോലെ വൽ ബറാമിജുൽ ഹിവാരിയ, ബറാമിജുൽ ഹിവാരിയ എന്ന് പറഞ്ഞാൽ ടോക്ക് ഷോകൾ. നമ്മൾ സംസാരിച്ചു കൊണ്ട് നടത്തുന്ന 2 പേരോ അല്ലെങ്കിൽ 3 പേരോ ഒക്കെ അഭിമുഖ മാറ്റമൊക്കെ ആയിട്ട് നടത്തുന്ന സംഭാഷണങ്ങൾക്ക് ആണ് ബറാമിജുൽ ഹിവാരിയ എന്ന് പറയുന്നത്. അതുപോലെ ബറാമിജുൽ അത്ഫാൽ കുട്ടികളെ ലക്ഷ്യം വെച്ചുള്ള വിവിധ പ്രോഗ്രാമുകൾ. അതുപോലെ വയസ്സായ ദായിമൻ അൽ ഖായിമൂന അലാ അയ്യി ഖനാത്തിൻ ഫളായിയ
മുവാദബത കുല്ലി ഷൈഇൻ ജദീദിൻ ഹത്താ തുഹഖിഖ നജാഹൻ ബൈനന്നാസ്. അതേപ്രകാരം ടെലിവിഷൻ ചാനലുകൾ അത് നടത്തുന്ന ആളുകൾ എപ്പോഴും അവർ ശ്രമിക്കാറുണ്ട് എന്തിന്? മുവാദബത്ത കുല്ലി ഷൈഇൻ, ഓരോ സംഗതികളും പതിവാക്കാൻ, പുതിയ എല്ലാ കാര്യങ്ങളും എന്ത് പിന്നെ ഹത്താ തുഹഖിഖ നജാഹൻ ബൈനന്നാസ്, ആളുകൾക്കിടയിൽ അവരുടെ ചാനൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് സാധാരണ ഈ സാറ്റലൈറ്റ് ചാനലുകളെല്ലാം പരമാവധി വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാമുകൾ പതിവായിട്ട് അവർ പുതിയ 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 സംഗതികളൊക്കെ അവർ കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ അതിന്റെ വിവിധ പ്രോഗ്രാമുകളെ കുറിച്ചാണ് നേരത്തെ നമ്മൾ മുകളിൽ സൂചിപ്പിച്ചത്. അപ്പൊ ആ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, ചാനലുകൾ അവരുടെ പ്രേക്ഷകരെ എന്താകുന്നത്, പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ ആകർഷിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കാണ് ആ ചോദ്യത്തിനുള്ളത്. അടുത്തൊരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഉക്തുബ് മഖാലത്തൻ അല്ല സോറി എന്താണ്, ഉക്തുബ് അൻ മജല്ലത്തിൽ മുജ്തമ. അൽ മുജ്തമ എന്ന് പറഞ്ഞിട്ട് ഒരു മാഗസിൻ ഉണ്ട്. മജല്ലത്ത് എന്ന് പറഞ്ഞാൽ മാഗസിൻ ആണ്. അപ്പോ മുജ്തമ എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ട്. നമ്മളെ പാഠപുസ്തകത്തിൽ ആ വിഷയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ മാഗസിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം നമുക്ക്. നിങ്ങൾ പാഠപുസ്തകത്തിൽ നോക്കിയാൽ അതിന്റെ ഉത്തരം കിട്ടും. ഞാനിപ്പോ എന്താകുന്നുണ്ട്, ഞാനതിൽ രേഖപ്പെടുത്തിയ ഉത്തരം ഒന്ന് വായിക്കാം. മജല്ലത്തുൽ മുജ്തമഇ അൽ കുവൈത്തിയ. മുജ്തമ എന്ന് പറയുന്ന മജല്ലത്തുൽ മുജ്തമ എന്ന് പറയുന്ന ഈ മാഗസിന് അത് കുവൈത്ത് ആസ്ഥാനമാക്കിയുള്ള ഒരു മാഗസിനാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, മജല്ലത്തുൽ മുജ്തമഇ അൽ കുവൈത്തിയ, കുവൈത്തി മുജ്തമ മാഗസിൻ, മജല്ലത്തുൻ കുവൈത്തിയത്തുൻ, അതൊരു കുവൈത്തി മാഗസിനാണ്. തുഅ്തബറു ലിസാനു ഹാലി ജംഇയ്യത്തിൽ ലിസ്ലാഹിൽ ഇജ്തിമാഇ, അഥവാ സോഷ്യൽ റിഫോം സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ട്. ഇസ്ലാഹ് എന്ന് പറഞ്ഞ റിഫോം, നമ്മൾ റിഫോർമേഷൻ എന്നൊക്കെ പറയാലോ, അഥവാ പിന്നെ നവോത്ഥാനത്തിന്റെ അല്ലെങ്കിൽ പരിഷ്കാരത്തിന്റെ ഒക്കെ അങ്ങനത്തെ ഒരു സംഘടനയാണ്. സോഷ്യൽ റിഫോം സൊസൈറ്റി അവരുടെ മുഖപത്രമായിട്ട്, ലിസാനു ഹാൽ എന്ന് ഉദ്ദേശിക്കുന്ന അവരുടെ മുഖപത്രമായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു മാഗസിനാണ് മജല്ലത്തുൽ മുജ്തമ. എവിടെ? ഫി ദൗലത്തിൽ കുവൈത്ത്, കുവൈത്ത് എന്ന് പറയുന്ന രാജ്യത്തിലെ. ഇനി വഹുവ വാഹിദത്തുൻ മിൻ മജല്ലാത്തിൽ ഇസ്ലാമിയ്യത്തി ഫിൽ ആലം, ഇസ്ലാമിക ലോകത്തെ മാഗസിനുകളിൽപ്പെട്ട, അറബി മാഗസിനുകളിൽപ്പെട്ട ഒരു മാഗസിനാണത്. വൽ ഇസ്ലാമി, അതുപോലെ അറബി ലോകത്തെയും ഇസ്ലാമിക ലോകത്തെയും ഉള്ള ഇസ്ലാമിക മാഗസിനിൽപ്പെട്ട ഒരു മാഗസിനാണ് മജല്ലത്തുൽ മുജ്തമ. ഇനി പറയുന്നത് വയക്തുബു ബിഹ അദദുൻ കബീറുൻ മിനൽ അക്കാദമിയീൻ, ആ മാഗസിനുകളിൽ ധാരാളം എന്താവാറുണ്ട്, പിന്നെ അക്കാഡമിഷ്യൻസ് അല്ലെങ്കിൽ അക്കാഡമിക രംഗത്തുള്ളവർ അതിൽ എഴുതാറുണ്ട് എന്നാണ് ഇപ്പോൾ ആ മാഗസിനെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തതായി പിന്നെ ഇതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ നോക്കൂ, ബയ്യിൻ മുമയ്യിസാത്തിൽ ഇലാമി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. മുമ്പ് ഒരിക്കൽ നമ്മളൊരു ക്ലാസ്സിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് അതിന്റെ ഉത്തരം ഒന്ന് നോക്കാം. ഇലാമിന്റെ സവിശേഷതകൾ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളത് മുമ്പൊരു ക്ലാസ്സിൽ വിശദീകരിച്ച സവിസ്തരം പറഞ്ഞതാണ്. ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാവുന്ന അവിടെ ആവർത്തിക്കാം. ഓക്കെ, മുമയ്യിസാത്തുൽ ഇലാം നോക്കൂ. യുസായിദുൽ ഇലാമു അൽ മുവാത്തിന ലിൽ ഹുസൂലി മാ യഹ്താജുഹു ഇലൈഹി ഫി മജാലാത്തിഹിൽ മുഖ്തലിഫ. ഈ മീഡിയകൾ അതിന്റെ സവിശേഷതകളാണല്ലോ ചോദിക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലോ അല്ലെങ്കിൽ 2ാമത്തെ യൂണിറ്റിലോ ഒക്കെ ആയിട്ട് ആ വിഷയം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ മീഡിയകൾ എന്ത് ചെയ്യുന്നു, ഒരു പൗരനെ ഹെൽപ്പ് ചെയ്യുന്നു, ഹുസൂലി മാ യഹ്താജുഹു ഇലൈഹി, അവൻ ആവശ്യമുള്ള കാര്യങ്ങൾ ലഭിക്കാൻ, ഫി മജാലാത്തിൽ മുഖ്തലിഫ, വ്യത്യസ്തമായ മേഖലകളിൽ. അപ്പോൾ മീഡിയകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആവശ്യമുള്ള ഏത് സംഗതികളാണെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ മറ്റു മീഡിയകൾ മുഖേനയോ ഒക്കെ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള സംഗതികൾ നമ്മൾ നേടിയെടുക്കുന്നു. അപ്പോൾ അത് മീഡിയകളുടെ ഒരു സവിശേഷതയാണ്. മറ്റൊന്നാണ് മുഷാറക്കത്തുൽ ഖിബറാത്തി മിൻ ഖിതാഅത്തിൽ മുഖ്തലിഫ مثل قطاع الصحة والتعليم والإنتاج بين يدي المجتمع. മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ മീഡിയകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അവരുടെ എക്സ്പീരിയൻസുകൾ എന്താകുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്.
വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന്, ഇതാണ് പറഞ്ഞ മിൻ ഖിതാഅത്തിൻ മുഖ്തലിഫ, വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന്, مثل قطاع الصحة والتعليم والإنتاج بين يدي المجتمع, സമൂഹത്തിന്റെ മുമ്പാകെ പ്രൊഡക്ഷൻ, അതുപോലെ അധ്യാപനം, ആരോഗ്യം തുടങ്ങിയുള്ള മേഖലകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരവരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യാൻ മീഡിയയാണ് ഉപയോഗപ്പെടുത്തുന്നത്. തർക്കമുള്ള കാര്യമല്ല. ഇപ്പോ ഉദാഹരണം പറയാം, ഇപ്പൊ ഏതെങ്കിലും വിഷയത്തെ കുറിച്ചൊരു കോവിഡ് പോലെയുള്ള ഒരു പ്രശ്നം വന്ന്, അപ്പൊ അവിടെ ആരോഗ്യ രംഗത്തുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അവരവരുടെ ആ വിഷയത്തിലുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. അപ്പോ അതിനിടയിൽ പിന്നെ വേറെ എന്തെങ്കിലും വിഷയം വരുമ്പോൾ, അധ്യാപന രംഗത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അധ്യാപകന്മാരായി ആ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യുന്നു, മീഡിയ ഉപയോഗിച്ച് ഷെയർ ചെയ്യുന്നു. ഇതുപോലെ പ്രൊഡക്ഷൻ മേഖലയിലുള്ള ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് അതിലൂടെ ഷെയർ ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ ആളുകൾക്ക് പരസ്പരം ലഭിക്കാനുള്ള ഒരു മാർഗമാണ് ഈ പറയുന്ന മീഡിയ എന്ന് പറയുന്നത്. വിവിധ ആളുകളുടെ അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ ലഭിക്കാനുള്ളൊരു മാർഗമായിട്ടാണ് അവർ മീഡിയയെ കാണുന്നത്. അടുത്തൊരു സംഗതി, യൽഅബുൽ ഇഅ്ലാമു ദൗറൻ ബാരിസൻ ഫി ഹല്ലി മുഷ്കിലാത്തിൽ ഇൻസാനി, മനുഷ്യന്റെ പ്രോബ്ലംസ്, അവന്റെ പ്രശ്നങ്ങൾ എന്തായാലും പരിഹരിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് മീഡിയ. ഈ ലൈബ ദൗറൻ ബാരിസൻ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്, വലിയ പങ്ക് വഹിക്കുക എന്നാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം. അപ്പൊ മീഡിയ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് മനുഷ്യന്റെ പ്രശ്നങ്ങൾ ദൂരീകരിക്കുന്നതിൽ, വക്തിഷാഫിൽ ഹുലൂലിലഹ, അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിൽ. അപ്പൊ അതൊരു സംഗതിയാണ്, മനുഷ്യനുണ്ടാവുന്ന പല പ്രശ്നങ്ങളും അവർ എന്ത് ചെയ്യുന്നുണ്ട്, മീഡിയകൾ ഉപയോഗിച്ച് അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുന്നുണ്ട്. നമ്മൾ തന്നെ ഇന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖമോ മറ്റൊക്കെ പിടിപെട്ടാൽ അതിന് എന്തെല്ലാം റെമഡീസ് ഉണ്ട്, അതിന് ഹോം റെമഡീസ് എന്തെല്ലാം ഉണ്ട് എന്നൊക്കെ നമ്മൾ തന്നെ പലപ്പോഴും നെറ്റിലും മറ്റു മീഡിയകൾ ഉപയോഗിച്ചൊക്കെ പരതുന്നതാണ്. അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച്, ആ രോഗത്തെക്കുറിച്ച് ഡോക്ടർമാർക്ക് എന്താ പറയാനുള്ളത്, ഇതൊക്കെ നമ്മൾ മീഡിയകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പലതും കണ്ടെത്തുന്നതും പരിഹാരങ്ങൾ തേടുന്നതുമെല്ലാം. മറ്റൊന്ന്, യുസീദുൽ ഇഅ്ലാം മുസ്തവ സഖാഫത്തിൻ നാസി വയതവ്വിറു അഫ്കാറഹും, എന്ത് ചെയ്യുന്നുണ്ട്, ഈ മീഡിയ മനുഷ്യന്മാരുടെ, ജനങ്ങളുടെ അവരുടെ കൾച്ചറിന്റെ നിലവാരത്തെ ഉയർത്തുന്നുണ്ട്. അത് ശരിയാണല്ലോ. ഇപ്പൊ മീഡിയകളുമായിട്ട് നല്ല ബന്ധമുള്ള അല്ലെങ്കിൽ വിവിധ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല അവബോധമുള്ള ആളുകളാകുമ്പോൾ മീഡിയകളുടെ പ്രവർത്തനം മുഖേന അവരുടെ സഖാഫത്ത്, അവരുടെ കൾച്ചർ തന്നെ നിലവാരം വർദ്ധിക്കുന്നുണ്ട്. യുതവ്വിറു അഫ്കാറഹും, അവരുടെ ചിന്തകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ഒരു വസ്തുതയാണ്. മറ്റൊരു കാര്യമാണ് ഇസ്തിഖ്ദാമു ഇലാമിൽ മസ്മുഇൽ തൗഇയത്തിൽ അജിയാലിൽ ജദീദ ബിഖളായ ഉമ്മത്തിഹ യകൂനു ജയ്യിദൻ ഫി ഇൻഷാഇ ജീലിൻ ജദീദിൻ ഖവിയ്യത്തിൻ ദാഖിലിയൻ വഖാരിജിയ. വേറൊരു സംഗതിയാണ് നമ്മളെ ശ്രാവ്യ മാധ്യമങ്ങൾ, അതിന്റെ ഉപയോഗം ചെയ്യുന്നുണ്ട്. നമ്മളെ വരാനിരിക്കുന്ന കമ്മിങ് ജനറേഷനെ അവബോധം നൽകുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അതായത് ഉമ്മത്തിന്റെ, ഈ സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിൽ. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയാം, ഈ ശ്രാവ്യ മാധ്യമങ്ങളുടെ ഉദാഹരണത്തിൽ റേഡിയോ, അതുപോലെ പോഡ്കാസ്റ്റുകൾ ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതിൽ ഇന്ന് സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങളാണ് സാധാരണയിൽ കൈകാര്യം ചെയ്യുക. അപ്പൊ അതെന്തായിരിക്കും, നമ്മുടെ വരുന്ന ഒരു കമ്മിങ് ജനറേഷനെ എങ്ങനെയാണ് വളരെയധികം സ്ട്രോങ് ആയിട്ട് വാർത്തെടുക്കുക എന്ന്, അഥവാ ദാഖിലിയൻ ഖാരിജിയൻ, അത് ഇന്റേണലിയും അതുപോലെ എക്സ്റ്റേണലി ഒക്കെ ആയിട്ട് ഒരു കമ്മിങ് ജനറേഷനെ എങ്ങനെ നല്ല രൂപത്തിൽ വാർത്തെടുക്കാം എന്നുള്ളതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും പിന്നെ മീഡിയകൾ ചെയ്യുന്ന ധർമ്മമാണ്. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞല്ലോ, മീഡിയ എന്ന് പറഞ്ഞാൽ കേവലം നമ്മള് ടി വി ഒക്കെ പോലെയുള്ള ദൃശ്യ മാധ്യമങ്ങൾ മാത്രമല്ല, ശ്രാവ്യ മാധ്യമങ്ങളുണ്ട്, ദൃശ്യമാധ്യമങ്ങളുണ്ട്, അങ്ങനെ പലതും നമ്മൾ അന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും അതവിടെ അവസാനിച്ചു. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇനി നോക്കൂ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതില് ജരിയത്തു അഷ്ശർഖുൽ ഔസത്ത്, ഷർഖുൽ ഔസത്ത് എന്ന് പറയുന്ന പത്രത്തെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന പേര് തന്നെ സൂചിപ്പിക്കുന്നത് ഷർഖുൽ ഔസത്ത് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് എന്നാണ്. സ്വാഭാവികമായിട്ടും പേര് തന്നെ നമുക്ക് മനസ്സിലാകും മിഡിൽ ഈസ്റ്റിലുള്ള ഏതൊരു പത്രത്തെ കുറിച്ചാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ പുസ്തകത്തിൽ പറയുന്ന പ്രകാരം എന്താണ് മിഡിൽ ഈസ്റ്റ് പത്രത്തെ കുറിച്ച് പറയുന്നതെന്ന് നോക്കാം. കുറച്ച് ഷോർട്ട് ആക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ.
നോക്കൂ അവിടെ പറയുന്നത് എന്താണ്? മിഡിൽ ഈസ്റ്റ് പത്രം എന്ന് പറയുന്നത് സ്വഹീഫത്തുൻ അറബിയത്തുൻ ദുവലിയത്തിൻ, അതൊരു ഇന്റർനാഷണൽ അറബിക് പത്രമാണ്. വറഖിയത്തുൻ ഇലക്ട്രോണിയത്തുൻ എന്ന് വെച്ചാൽ ഒരേ സമയം അതിന് എന്തുണ്ട്, രണ്ട് രൂപങ്ങളുണ്ട്. അപ്പൊ വറഖിയത്ത് എന്ന് പറഞ്ഞാൽ ഈ പത്ര അച്ചടി ഇതിലൂടെ വരുന്നത് കൊണ്ട് അതോടൊപ്പം ഓൺലൈൻ ആയിട്ടുള്ള എഡിഷനുകളും ഈ പറയുന്ന പത്രത്തിനും ഉണ്ട് എന്നാണ് ഇലക്ട്രോണിയ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ يتنوع محتواها ليغطي الأخبار السياسية الإقليمية. ഈ പത്രത്തിലെ ചർച്ച എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് എന്താണ്, യതനവ്വഉ വ്യത്യസ്തമാകുന്നു, മുഹ്തവാഹ അതിന്റെ കണ്ടന്റ്സുകൾ, മുഹ്തവ കണ്ടന്റ് എന്നാണ്, യുഗത്തി അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അൽ അഖ്ബാർ സിയാസിയ രാഷ്ട്രീയ വാർത്തകൾ, അൽ ഇഖ്ലീമിയ പ്രാദേശികമായ, വൽ ഖളായ അൽ ഇജ്തിമാഇയ അതുപോലെ സാമൂഹികമായ പ്രശ്നങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ആ പത്രം ചർച്ച ചെയ്യാറുണ്ട്. വൽ അഖ്ബാർ അൽ ഇഖ്തിസാദിയ അതേപ്രകാരം സാമ്പത്തികമായ വാർത്തകൾ ഉൾപ്പെടുത്താറുണ്ട്. വത്തിജാരിയ അതുപോലെ കച്ചവട സംബന്ധിയായിട്ടുള്ള, വൽ അഖ്ബാർ റിയാദിയ അതേപോലെ സ്പോർട്സ് ന്യൂസുകൾ, വത്തർഫിഹിയ അതേപോലെ എന്റർടൈൻമെന്റ് ന്യൂസുകൾ, ഇളാഫത്തൻ ഇല വാഹിദ് വഇശ്റൂന മുൽഹഖൻ മുതഖസ്സിസ. ഇതിനൊക്കെ പുറമെ ഈ പത്രത്തിന്, മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പത്രത്തിന് 21ഓളം വരുന്ന സ്പെഷ്യൽ സപ്ലിമെന്റ്സുകൾ അതുമുണ്ട്. അസസഹ അൽ ഇഖ്വാൻ ഹിഷാം മുഹമ്മദ് അലി ഹാഫിദ്. ഇത് രണ്ടുപേര്, ഹിഷാം മുഹമ്മദ് അലി എന്ന് പറയുന്ന അങ്ങനെ രണ്ടുപേരടങ്ങുന്ന ആളുകൾ ആണ് സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നെ വസുദ്ദിറ അൽ അദദുൽ അവൽ മിൻഹ, ഈ പത്രത്തിന്റെ ആദ്യ കോപ്പി അത് പിന്നെ അവതരിപ്പിക്കുന്നത് ഫി 4 യൂലിയോ 1978 മീലാദിയ, 1978 ജൂലൈ 4 ഇതിന്റെ ആദ്യത്തെ കോപ്പി പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ പറയുന്ന പത്രത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോ എന്താണ് ചോദ്യം നോക്കൂ. നെല്ലാർദ് ജൂജിൽ, ഗൂഗിൾ കണ്ണടയെ കുറിച്ചാണ് ചോദ്യം. ജൂജിൽ എന്നാണ് സാധാരണ ഗൂഗിളിന് പറയാറുള്ളത്. അപ്പോൾ ഗൂഗിൾ കണ്ണടയെ കുറിച്ചാണ് ചോദ്യം. നമ്മളെ പുതിയ പുസ്തകത്തിലും പഴയ പുസ്തകത്തിലൊക്കെ നമ്മൾ ഈ ഗൂഗിൾ കണ്ണടയെ കുറിച്ച് പറയുന്നുണ്ട്, എൻ്റെ ഓർമ്മ. ഏതായാലും പുതിയ പുസ്തകത്തിൽ, പഴയ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് എന്താ അതിൽ പറയുന്ന ചില പ്രധാന പോയിന്റുകളൊന്ന് നോക്കാം. നോക്കൂ, അൻഷഅത്ത് ശരിക്കത്തു ജൂജിൽ അൻ നല്ലാറത്ത് ദക്കിയത്ത. പിന്നെ ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി, ശരിക്കത്തന്നെ കമ്പനി കേട്ടോ, ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത്, അൻ നല്ലാറത്ത് ദക്കിയത്ത സ്മാർട്ട് ഗ്ലാസിന്, സ്മാർട്ട് സ്പെക്ടക്കിൾസ് എന്ന് പറയുന്ന കണ്ണട. വല്ലത്തി തുദാ നല്ലാറത്തുൽ വാഖിയ്യ, അതിനവര് റിയലിസ്റ്റിക് ഗ്ലാസസ് എന്നോ അല്ലെങ്കിൽ റിയലിസ്റ്റിക് സ്പെക്ടക്കിൾസ് എന്നൊക്കെയാണ് അവർ അതിനെ വിളിക്കുന്നത്. വയ്യ മുൻതജുൻ ഫരീദുൻ മുൻതജൻ ഫരീദുൻ മുമയ്യിസുൻ ഫി വഖ്തിൽ ഹാലി. നമ്മുടെ ഇന്നത്തെ കാലത്തെ വളരെ വ്യതിരിക്തമായ അതുപോലെ വളരെ സവിശേഷമായ ഒരു പ്രോഡക്റ്റ് ആണ് മുൻതജൻ പ്രോഡക്റ്റ്. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഈ പറയുന്ന ഗൂഗിൾ കണ്ണട എന്ന് പറയുന്ന സാധനം. تجمع نظارة جوجل خصائص هاتف الأندرويد والحاسوب والحواسيب اللوحية والآيباد. എന്താ പറയുന്നത്, ഐപാഡ് എന്ന ഐപാഡ് ആണ്, ഐപാഡ് അതുപോലെ ഹവാസിബുൽ ലൗഹിയ. ഹവാസിബുൽ ലൗഹിയ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പിന്നെ ഓക്കെ, അപ്പോ അതുപോലെ കമ്പ്യൂട്ടർ, ടാബ്ലറ്റുകൾ, ഹവാസിബുൽ ലൗഹിയ ടാബ്ലറ്റ്, കമ്പ്യൂട്ടറുകൾ, അതുപോലെ ആൻഡ്രോയിഡ് ഫോണുകൾ, ഇവയുടെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഉൾക്കൊള്ളുന്ന, എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന സംഗതിയാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ പറയുന്ന ഗൂഗിൾ കണ്ണട എന്ന് പറയുന്നത്. ചില ഐപാഡിന്റെയും പിന്നെ ടാബ്ലറ്റിന്റെയും കമ്പ്യൂട്ടറിന്റെയും ആൻഡ്രോയിഡ് ഫോണിന്റെയും ഒക്കെ അതിലൊക്കെ ഉൾക്കൊള്ളുന്ന മേജർ ആയിട്ടുള്ള എല്ലാ കോമ്പണൻസും ഈ പറയുന്ന കണ്ണടയിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. മുതഹ്തവി, നോക്കയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്, മുതഹ്തവി അല കാമിറ, ആ പറയുന്ന ഗൂഗിൾ കണ്ണടയിൽ ഒരു ക്യാമറയുണ്ട്.
പുസ്തകത്തിൽ അതിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു, നോക്കിയാൽ നിങ്ങൾക്ക് ക്യാമറയൊക്കെ കാണാൻ പറ്റും. അല നിലാമി മലാഹത്തി അബറ അൽ അഖ്മാരി സുനഇയ്യ. അതിന്റെ പുറമെ അതിൽ എന്തുണ്ട്, GPS സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്ന നാവിഗേഷണൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം. ഇതാണ് അഖ്മാർ സുനഇയ്യ സാധാരണ സാറ്റലൈറ്റുകൾക്കാണ് പറയാറുള്ളത്, ഉപഗ്രഹം. അപ്പോൾ ഉപഗ്രഹം മുഖേനയുള്ള ഈ നാവിഗേഷൻ സിസ്റ്റം, ഇതിനാണ് നമ്മൾ GPS മറ്റോ ഒക്കെ നമ്മൾ പറയാറുള്ളത്. അതും അതിലുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും വഴികളിൽ പോവാൻ ആവശ്യമുണ്ടെങ്കിൽ റൂട്ട് മാപ്പ് നമ്മൾ നോക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിൾ ലെൻസിലൂടെ നമുക്ക് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗൂഗിൾ കണ്ണടയിലൂടെ നോക്കാൻ പറ്റും എന്നാണ് പറഞ്ഞതിന്റെ സാരം. وأكبر مميزاتها أنها تجمع جميع ذلك في قطعة زجاجية صغيرة. അതിലെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ പറഞ്ഞ സംഗതികളെല്ലാം ഉൾക്കൊള്ളുന്നു. നേരത്തെ പറഞ്ഞ വിവിധ പിന്നെ ആൻഡ്രോയിഡ് ഫോണിന്റെയും മറ്റൊക്കെയുള്ള സേവനങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളിക്കുന്നത് ഫിഖ്താത്തിൻ സുജാജിയത്തിൻ സഗീറ, ഒരു കണ്ണടയുടെ ഒരു ചെറിയ കഷ്ണം ഗ്ലാസ്സിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. യഹ്മീഹ ഇത്താറുൻ ജദ്ദാബുൻ, ആ പിന്നെ ഗ്ലാസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് വളരെ സുന്ദരമായ അട്രാക്റ്റീവായ ഒരു ഫ്രെയിമാണ്. وكذلك أنها تتمتع بخاصية جمع المعلومات على شاشة العرض. അപ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് വിവരങ്ങൾ എന്താകുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട് എല്ലാ ശാസ്ത്രത്തിലുള്ളത് അതിന്റെ ഡിസ്പ്ലേ സ്ക്രീനിൽ. അപ്പൊ ഡിസ്പ്ലേ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കണ്ണടയുടെ ഗ്ലാസ് തന്നെയാണ്, ആ ഗ്ലാസ്സിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സംഗതികളെല്ലാം കാണാൻ പറ്റുന്നത്. അതുപോലെ ആ സംഗതി അതിൽ നമ്മൾ കൊടുക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ അതിന്റെ ഉത്തരവും മറ്റൊക്കെ റിസൾട്ടൊക്കെ അത് നൽകുന്നത് അതിവേഗതയിലാണ് എന്നാ പറഞ്ഞത്. ഭയങ്കര വേഗതയിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ഗൂഗിൾ കണ്ണടയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വാദമി റുയത്തിൽ അഷ്ഖാസിൽ ആഖർ, വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ആളുകൾ അഷ്ഖാസിൽ ആഖരീൻ, മറ്റുള്ള ആളുകൾക്ക് ഇത് കാണാൻ പറ്റില്ല എന്നുള്ളതുമാണ്. അതായത് നമ്മളെ ക്ലാസ്സിൽ വരുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ള ആളുകൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എന്താണോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ എല്ലാം ഫലങ്ങൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിൾ കണ്ണടയിലൂടെ കാണാൻ പറ്റും. ഇത് ഡീറ്റെയിൽ ആയി വീണ്ടും പുസ്തകത്തിൽ കുറെ പറയുന്നുണ്ട്, പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം കൊണ്ട് ചുരുക്കിയതാണ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഓട്ടെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, പിന്നെ നോക്കൂ, ഉക്തുബൻ ഖനാത്തിൽ അറബിയ, നമ്മളെ വിവിധ ഖനാത്തുകളെ കുറിച്ച് അഥവാ ചാനലുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ഒരു ചാനലിന്റെ പേരുണ്ട് ഖനാത്തുൽ അറബിയ എന്ന് പറഞ്ഞൊരു അറബിക് ചാനലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് നമ്മളെ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഖനാത്തുൽ അറബിയ ഖനാത്തുൻ ഫളായിയത്തുൻ ഇഖ്ബാരിയ. ഈ അറബിക് ചാനൽ എന്ന് പറയുന്നത് ഒരു ചാനലാണ്, ഇങ്ങനത്തെ വാർത്താ ചാനലാണ്, സൗദിയിൽ ഒരു വാർത്താ ചാനലാണ്. ഖനാത്തുൻ ഫളായിയത്തുൻ ഇഖ്ബാരിയത്തുൻ സൗദിയ എന്ന് പറഞ്ഞാൽ അറബിയിലൊരു വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണത്. വജുസും മിൻ ശബ്കത്തി ഇഅ്ലാമിയ്യത്തിൻ സൗദിയത്തിൻ, മാത്രമല്ല അത് സൗദിയിലെ മീഡിയ നെറ്റ്വർക്കിന്റെ ഒരു ഭാഗവും കൂടി ആയിട്ട് ഉള്ള ഒരു ചാനലാണ് ഈ പറയുന്നത്. ഷബ്കത്ത് ഇഅ്ലാമിയ്യ എന്നാൽ സൗദിയാണ്, സൗദി മീഡിയ നെറ്റ്വർക്ക്. തബുത്തു മിൻ മദീനത്തി ദുബായ്, ദുബായിൽ നിന്നാണ് അത് സംപ്രേഷണം ചെയ്യുന്നത്. ഇഅ്ലാമി ബിൽ ഇമാറാത്ത്, അപ്പോൾ ഇമാറാത്തിലെ ഉള്ള ദുബായ് മീഡിയ സിറ്റിയിൽ നിന്നാണ്, അങ്ങനെ കേട്ടോ. മിൻ മദീന ദുബായിൽ ഇഅ്ലാം എന്ന് പറഞ്ഞാൽ ദുബായ് മീഡിയ സിറ്റി, ദുബായ് മീഡിയ സിറ്റിയിൽ നിന്നാണ് അവർ ഇമാറാത്തിലെ ദുബായ് മീഡിയ സിറ്റിയിൽ നിന്നാണ് അവർ ഈ ചാനൽ എന്ത് ചെയ്യുന്നത്, സംപ്രേഷണം ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ അടുത്തൊരു പോയിന്റ്, വതഹ്തമു ഹാദിഹിൽ ഖനാത്തു ബിൽ അഖ്ബാരി സിയാസിയ, ഈ ചാനൽ കാര്യമായും കൈകാര്യം ചെയ്യുന്നത് അഖ്ബാറു സിയാസിയത്തി, രാഷ്ട്രീയ വാർത്തകളാണ്, അതുപോലെ ഒരു റിയാദിയത്തി, സ്പോർട്സ് വാർത്തകളാണ്, വൽ ഇഖ്തിസാദിയത്തി, അതുപോലെ പിന്നെ സാമ്പത്തികമായ കാര്യങ്ങളാണ്. തദമുൽ ഖനാത്തു ഇലാമിയീൻ അറബ് വ സൗദിയീൻ വ ഗർബിയീൻ, ഈ ചാനലിൽ ഉള്ള വാർത്താ അവതാരകരും മറ്റൊക്കെ എന്താണ്, അറബികളുണ്ട്, സൗദികളുണ്ട്,
അതുപോലെ വിദേശികളായ ആളുകളും ഉണ്ട്. ഷെയ്നുവാ ഷെയ്നു മുഅ്ലമിൽ ഖനവാത്തിൽ അറബിയത്തി വൽ അജ്നബിയത്തിൽ ഉഖറ. അപ്പോൾ ഈ ചാനലിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റു അറബിക് ചാനലുകളെ പോലെയോ അല്ലെങ്കിൽ മറ്റു വൈദേശിക ചാനലുകളൊക്കെ പോലെയുള്ള അതേ സംഗതികളൊക്കെ തന്നെയാണ് ഇതിലെ വാർത്തകളും കണ്ടന്റ്സും ഒക്കെ ഉള്ളത് എന്നാണ് പറഞ്ഞതിന്റെ സാരം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പിന്നെ തബ്വീബു മലഫ് എന്ന് വെച്ചാൽ ഫയൽ എന്ന് പറയുന്ന ടാബിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തബ്വീബിനെ പറ്റിയ ഒരു ക്വസ്റ്റ്യനും കൂടെ ഇൻഷാ അല്ലാഹ് ശേഷം വരാൻ പോകുന്നുണ്ട്. തബ്വീബ് എന്ന് പറഞ്ഞാൽ ഒരു ടാബാണ്. നമ്മൾ പിന്നെ മൈക്രോസോഫ്റ്റ് എക്സൽ, അതുപോലെ വേർഡ്, അതുപോലെ പവർ പോയിന്റ് തുടങ്ങിയുള്ള ആപ്ലിക്കേഷനൊക്കെ തുറക്കുമ്പോൾ മുകളിൽ നമ്മൾ കുറെ മെനുകൾ കാണാമല്ലോ. ഫയൽ മെനു, എഡിറ്റ് മെനു, ഇൻസേർട്ട് മെനു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതിനാണ് നമ്മൾ ടാബ് എന്നൊക്കെ പറയാറുള്ളത്. നമ്മൾ സാധാരണ ടാബ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ മെനു എന്നൊക്കെ പറയുന്ന സംഗതി, ഇതിനാണ് തബ്വീബ് എന്ന് പറയുന്നത്. ഈ മലഫ് എന്ന് പറഞ്ഞ ഫയൽ എന്നാണ്. അപ്പൊ തബ്വീബ് മലഫ് എന്നാവുമ്പോൾ എന്തായി, ഈ പിന്നെ ഫയൽ എന്ന് പറയുന്നത് ഫയൽ മെനു എന്ന് ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഫയൽ ടാബ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് തബ്വീബ് മലഫ് നോക്കാം നമുക്ക്. എന്താ പറയുന്നത്? തബ്വീബ് മലഫ് യതളബനു അൽ അവാമിർ അല്ലത്തി കാനത് തൂജദു ളിംന സിർരി ഓഫീസ്. അപ്പൊ ഇത് പറയുന്നത് പിന്നെ നമ്മളെ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ കാര്യമാണ് കേട്ടോ. മൈക്രോസോഫ്റ്റ് വേർഡിലുള്ള ഈ ഫയൽ മെനു അല്ലെങ്കിൽ ഫയൽ ടാബ് അതിൽ ഉൾക്കൊള്ളുന്ന എന്താണ്, ഒരുപാട് അവാമിറുകളാണ്. അവാമിർ എന്നാൽ നമ്മളെ കമാൻഡ്സുകൾ. നമ്മൾ മുമ്പ് അല്ല ഈ ഇതിൽ തന്നെ വരാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്ന വിവിധ കമാൻഡുകളാണ് കമ്പ്യൂട്ടറുകളിലേക്ക് ഇൻപുട്ടായിട്ട് കയറുന്നത്. പിന്നെ അതിന്റെ പ്രോസസ്സുകളാണ് CPU-യിലും മറ്റൊക്കെ നടക്കാറുള്ളത്. അപ്പൊ ഈ അവാമിർ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഫയൽ മെനു നമ്മൾ ഓപ്പൺ ആക്കിയാൽ ഇതിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ആ കാര്യങ്ങൾ ഓരോന്നും ശരിക്കും ഓരോ കമാൻഡിന്റെ സ്ഥാനത്താണ്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഒരു കമാൻഡ് ഇൻപുട്ടായി കൊടുക്കുന്നത് പോലെയാണ്. അതിൽ പറയുന്ന വിവിധ കമാൻഡുകൾ ഉണ്ട്. അല്ലത്തി കാനത് തൂജദു ളിംന സിർരി ഓഫീസ്. ഓഫീസ് എന്ന് പറയുന്ന ബട്ടൺ, അതിന്റെ ഉള്ളിൽ വരുന്ന, അതായത് ഈ പറഞ്ഞതിൽ എന്തുണ്ടാവും, ഓഫീസ് ബട്ടൺ എന്ന് പറഞ്ഞിട്ട് മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ ഒരു ബട്ടൺ ഉണ്ടാവും. അതിൽ ആണ് ഈ പറയുന്ന കമാൻഡുകളെല്ലാം വരുന്നത്. മിനൽ അവാമിരിൽ അസാസിയത്തിൽ ലത്തി തൂജദു ഫി തബ്വീബി മലഫ്. ഈ ഫയൽ എന്ന് പറയുന്ന മെനുവിൽ അല്ലെങ്കിൽ ഫയൽ എന്ന് പറയുന്ന ടാബിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള പിന്നെ ഈ കമാൻഡുകൾ ഇതെല്ലാം നമുക്ക് നോക്കാം. അതിൽ ഒന്നതാണ് ഹിയ മാലൂമാത്ത് വ ജദീദ്. അതിൽ ഓരോന്നിങ്ങനെ പറയണം. ഓരോ അതിന്റെ താഴെ ഈ ഫയൽ മെനുവിന്റെ താഴെ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നെന്താണ്, ഇത് ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കൃത്യമായി പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും, പിന്നെ നമുക്ക് പിന്നെ മൈക്രോസോഫ്റ്റ് വേർഡൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ പറയേണ്ടി വരും. ഏകദേശം ഇതിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. ഫയൽ മെനു ഓപ്പൺ ആക്കിയാൽ ഉണ്ടാവുന്ന ഒന്ന് ഇൻഫോർമേഷൻ, പിന്നെ ഉണ്ടാവുന്ന ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ, ജദീദ് എന്ന് പറഞ്ഞതാണ് ന്യൂ. അതായത് നമുക്ക് പുതിയ പിന്നെ പേജ് മറ്റൊക്കെ തുറക്കാൻ നമ്മൾ സാധാരണ ന്യൂ ആണല്ലോ, ന്യൂ എന്ന് പറയുന്ന കമാൻഡാണ് നമ്മൾ ക്ലിക്ക് ചെയ്യാറുള്ളത്. അതാണ് ജദീദ്. പിന്നെ എന്താണ് ഫത്ത് ഓപ്പൺ, അതായത് ഏതെങ്കിലും മുമ്പ് നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയലോ മറ്റൊക്കെ ഓപ്പൺ ചെയ്യാൻ ഈ പറയുന്ന കമാൻഡാണ് നമ്മൾ കൊടുക്കാറുള്ളത്. മറ്റൊന്ന് ഹിഫ്ലാണ്. ഹിഫ്ലാണ് സേവ് ബട്ടൺ ഉണ്ടാവലും ഫയൽ മെനുവിലാണ്. ഹിഫ്ലു ബി ഇസ്മ എന്ന് പറഞ്ഞാൽ സേവാസ്. നമ്മൾ പേരിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്യുന്ന ഫയലിന്റെ ടൈപ്പ് മോഡ് മാറ്റുമ്പോഴൊക്കെ നമ്മൾ സേവ് ആസ് ആണ് ഉപയോഗിക്കാറുള്ളത്. അതാണ് ഹിഫ്ലു ബി ഇസ്മ എന്ന് പറഞ്ഞത്. അതുപോലെ തുബായത്ത്, അതിൽ ഈ ഫയൽ മെനുവിൽ വരുന്ന വേറെ സംഗതിയാണ് പ്രിന്റ് ഉള്ള കമാൻഡ് അതിലാണ് വരുന്നത്. അതുപോലെ മുഷാറക്കത്താണ് ഷെയർ ഉണ്ട്, ഷെയർ ബട്ടൺ. അതുപോലെ തസ്ദീറിന് എക്സ്പോർട്ട്, നമുക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫയൽ പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നൊക്കെ തസ്ദീർ എന്ന് പറയുന്ന കമാൻഡിലാണ് നമ്മൾ കൊടുക്കുക. മറ്റൊന്ന് ഇഗ്ലാഖാണ് ക്ലോസ്. നമ്മൾ ഈ ഓപ്പൺ ചെയ്തിട്ടുള്ള ഫയൽ ക്ലോസ് ചെയ്യാനൊക്കെ നമ്മൾ ഈ പറയുന്ന ഇഗ്ലാഖാണ് അടിക്കുക. പിന്നെ ഹിസാബ് അക്കൗണ്ട്. അതുപോലെ ഖിയാറാണ് നിരവധി ഓപ്ഷൻസ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഈ ഫയൽ മെനുവിൽ അല്ലെങ്കിൽ ഫയൽ എന്ന് പറയുന്ന ടാബിൽ ഉണ്ടാവുന്ന കമാൻഡുകൾ. ഓക്കെ, وهذا تهتم ببيان عن تسطير شرائعه وطباعة شرائعه. അതെ, ഈ ഖിയാറാത്ത് കഴിഞ്ഞിട്ട് പിന്നെ
പറയുന്നത് ഇതിൽ കാര്യമായിട്ട് ഉൾക്കൊള്ളാറുള്ളത് എന്താണ്? ഈ ഏത് വിഷയങ്ങളാണ്? സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതായത് എക്സ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സുകളാണ് അതിൽ കാര്യമായിട്ട് ഉണ്ടാവാറുള്ളത്. തിബാഅത്തു ഷറാഇഹി എന്ന് പറഞ്ഞാൽ പ്രിന്റിംഗ് സ്ലൈഡ്സുകൾ. ഷറാഇഹി എന്ന് പറഞ്ഞാൽ സ്ലൈഡുകളാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ അതിലുണ്ടാവുക എന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ വിവരണങ്ങളോ മറ്റോ ഒക്കെ ആയിരിക്കും പറയുന്നതിൽ ഉണ്ടാവുക. അപ്പൊ ഒരു ഫയൽ മെനുവിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ വരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ തദ്വീബ് മലഫ് എന്ന് പറയുന്ന ചോദ്യത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് അതിൽ ചോദിച്ചത്. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം എന്താ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻസ് പറയുന്നത് പിന്നെ നോക്കൂ, മജ്മുഅത്തുൽ ഹറക്ക എന്ന് വെച്ചാൽ ആനിമേഷൻ. നമുക്കറിയാം പവർ പോയിന്റിലേക്ക് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ബർനാമിജ് പവർ പോയിന്റ് എന്ന് പറയുന്ന അത് പഠിച്ചവർക്ക് മനസ്സിലാകും ഇതിലെ കാര്യമായ പ്രത്യേകത ഈ പറയുന്ന അനിമേഷൻസ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള അനിമേഷൻസിനെ കുറിച്ചാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. നോക്കാം. പിന്നെ നോക്കൂ 23. യൂജദു ഫി തബ്വീബിൽ ഹറക്കാത്തി അദാത്തുൻ തുവഫിറു ലനാ മജ്മുഅത്തുൽ ഹറക്കാത്ത്. ഈ ഹറക്കാത്ത് എന്ന് പറയുന്ന തബീബ് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. തബീബ് പറഞ്ഞ ടാബ് അല്ലെങ്കിൽ മെനു എന്നൊക്കെ അർത്ഥം. അപ്പൊ ഏതായാലും പിന്നെ ഈ മോഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ആനിമേഷൻ ടാബ്, ഈ ആനിമേഷൻ ടാബിൽ കാണാവുന്നത് ഒരു ടൂൾ ഉണ്ട്. അതാത് തന്നെ ഒരു ടൂൾ ഉണ്ട്. എങ്ങനത്തെ ടൂളാണ്? തുവഫിറുൽ ലനാ, അത് നമുക്ക് ലഭ്യമാക്കുന്നു മജ്മുഅത്തുൽ ഹറക്കാത്തി, ഒരു കൂട്ടം എന്താ പറയേണ്ടത്, ഈ പറയുന്ന ആനിമേഷൻസിന്റെ അല്ലെങ്കിൽ ട്രാൻസിഷൻസിന്റെ ഒക്കെ ഒരു കൂട്ടം സംഗതികൾ നമുക്ക് അതിൽ നൽകുന്നുണ്ട്. ഒഴുജത് ഹുനാക്ക അൻവാഉ മിനൽ ഹറക്കാത്തി, അപ്പൊ അതിൽ വിവിധ തരത്തിലുള്ള വേരിയസ് ടൈപ്സ് ഓഫ് ആനിമേഷൻ അതിൽ ഉണ്ടാകും. വലിയ മസീദി മിനൽ ഹറക്കാത്തി, അതിന് പുറമെ നമുക്ക് കൂടുതൽ ആനിമേഷൻസോ അല്ലെങ്കിൽ ട്രാൻസിഷൻസോ ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഹ്താജു ഇല നുഖറ ഔ ഖസ്സഹും അസ്സഗീർ ബിൽ ജാനിബിൽ ഐമൻ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്ലിക്ക് ചെയ്യണം. നുഖിർ എന്നാണ് കേട്ടോ ഉള്ളത്. അങ്കറ എന്ന് പറഞ്ഞാല് ക്ലിക്ക് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ കൂടുതൽ ഇതുപോലെയുള്ള ആനിമേഷൻസോ അല്ലെങ്കിൽ ട്രാൻസിഷൻസോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നെക്കണം എന്നാ പറയുന്നത്. ഫൗക്കസ് ഹെമിസ്സഗീർ, ചെറിയ അമ്പിന് മുകളിൽ, ബിൽ ജാനിബിൽ ഐമനി അവൽ ഐസരി, ഇടതുവശത്തോ അല്ലെങ്കിൽ വലതുവശത്തോ ഒക്കെ ഉണ്ടാകുന്ന അതിന്റെ മജ്മുഅത്തി, അവിടെ ഉണ്ടാവും ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഈ പറയുന്ന ട്രാൻസിഷന്റെയോ അല്ലെങ്കിൽ ആനിമേഷന്റെ ഒക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിന്റെ മുകളിൽ വലത് ഭാഗത്തുള്ള ആരോ അല്ലെങ്കിൽ ഇടത് ഭാഗത്തുള്ള ആരോ എന്താണ് അടിക്കാനാണ് പറയുന്നത്. ഫതൽഹറൂനാക്കൽ ഹറക്കാത്തുൽ മുഖ്തലിഫ, അപ്പൊ അതിൽ അടിക്കുന്ന സമയത്ത് ആ ഗ്രൂപ്പിന്റെ ഉള്ളിലുള്ള വിവിധ ട്രാൻസിഷൻസ് അല്ലെങ്കിൽ ആനിമേഷൻസ് നിങ്ങൾക്ക് അവിടെ വെളിപ്പെടും. സുമ്മ ഇത് അറത്തീ ഹറക്കത്തിൻ നുഹദ്ദിദുഹ, പിന്നെ നമ്മൾ ഏതെങ്കിലും ഒന്ന് നമ്മളെ നിജപ്പെടുത്തിയിട്ട് ഈ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഈ ഒരു ആനിമേഷൻ നമ്മുടെ സ്ലൈഡുകൾക്ക്, പവർ പോയിന്റിലെ കാര്യമാണല്ലോ പറയുന്നത്, സ്ലൈഡുകൾക്ക് കൊടുക്കാമെന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ സുമ്മ നുൻകുർ ഫൗക്കൽ ഹറക്കത്തി, നമ്മൾ എന്ത് ചെയ്യാൽ മതി? ആ ഒരു ട്രാൻസിഷന്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ എന്തുണ്ടാവും? ആ നിലവിലുള്ള ട്രാൻസിഷൻ നമ്മുടെ സ്ലൈഡിലേക്ക് അപ്ലൈ ആക്കപ്പെടും. ഇതാണ് ഇപ്പോൾ അതിൽ പറഞ്ഞത്. ഇതിപ്പോ ഏകദേശം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാണെങ്കിൽ, നമ്മളെ പവർ പോയിന്റ് ഒക്കെ ഉപയോഗിച്ച ആളുകളാണെങ്കിൽ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ഓടും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഏതായാലും നമ്മളെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അതോടെ ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് ഉള്ളത് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം എസ്സേ ക്വസ്റ്റ്യനിൽ ഇനി വരുന്ന ചോദ്യം എന്താണെന്ന് നോക്കൂ. സെക്ഷൻ സി, നമുക്കിതില് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് എന്നാണുള്ളത്. ഏതെങ്കിലും 2 ചോദ്യത്തിന്റെ ഉത്തരം എഴുതിയാൽ മതി. ഓരോന്നിനും നമുക്ക് 10 മാർക്ക് ഉണ്ട് താനും. അപ്പൊ നമ്മൾ ഈ വിഷയം എഴുതുന്ന സമയത്ത് ഏറ്റവും നന്നായി നമുക്ക് എഴുതാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉള്ള വിഷയം മാത്രം തിരഞ്ഞെടുത്തിട്ട് ഉത്തരം എഴുതുക ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഉക്തുബ് വാളിഹൻ അനിൽ ജറായിദിൽ യൗമിയത്തി അൽ അറബിയത്തി അൽ ഹാമ്മ, വളരെ പ്രധാനപ്പെട്ട അറബിക് ദിനപത്രങ്ങളെ കുറിച്ച് വിശദമായി അല്ലെങ്കിൽ വാളിഹായിട്ട് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അറബിക് ദിനപത്രങ്ങളെ കുറിച്ചാണ് ചോദ്യം. നമ്മുടെ പാഠപുസ്തകത്തിൽ വിശാലമായി വിവിധ തരത്തിലുള്ള അറബിക് പത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോ നോക്കൂ. അൽ ജറായിദു അൽ അറബിയ അൽ ഹാമ, ഇതിൽ ആദ്യം പറയുന്ന പത്രം തന്നെ സ്വഹീഫത്തു അർ റഈ എന്ന് പറയുന്ന
ഈ പത്രത്തെ കുറിച്ചാണ്. നമുക്ക് നോക്കാം. പിന്നെ അപ്പൊ ആദ്യം എന്താണ് സ്വഹീഫത്തുൻ യൗമിയത്തുൻ സിയാസിയത്തുൻ. ഈ സ്വഹീഫത്തു എന്ന് പറയുന്ന പത്രം അതെന്താണ്? ഒരു ദിനപത്രമാണ്. സിയാസിയത്തിൻ ഉർദുനിയ, അതൊരു ജോർദാനി രാഷ്ട്രീയ പത്രമാണ്. സുദ്ദറത്ത് ഖിലാല അമ്മി 1971 1973 ആ ഒരു കാലഘട്ടത്തിലാണ് ഈ പറയുന്ന പത്രം അവതരിച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെന്താ പറയുന്നത്? ഫി ഹദി ഹുക്കൂമത്തി വസ്ഫിയത്തൽ. വസ്ഫിയത്തൽ എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ്. ഒരു അറിയപ്പെട്ട ഒരു എഴുത്തുകാരനോ മറ്റോ ആണ്. അപ്പോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭരണാധികാരിയുടെ വസ്ഫിയത്തൽ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന പത്രം എന്തായിട്ടുള്ളത്, സ്വഹീഫത്തുർ റഈ എന്ന് പറയുന്ന പത്രം ഇറങ്ങിയിട്ടുള്ളത്. ഞാനത് പിന്നെ നമ്മള് വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്ത സമയത്ത് അതിൽ പറയുന്നുണ്ട് ഇതൊരു ഭരണാധികാരി വഴിയ മറ്റേ പേരാണ്. വല്ലദി യുഅദ്ദു മിൻ അഹമ്മി മുഅസ്സിസിഹ. ഇതിനെ ഗണിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അദ്ദേഹം കണക്കാക്കപ്പെടുന്നത്, അതായത് ഈ വസ്ഫിയത്തൽ കണക്കാക്കപ്പെടുന്നത് ഈ പിന്നെ പറയുന്ന പത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടർമാരിൽ ഒരാളായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. ബദഅത്ത് സ്വഹീഫത്തു ഫി ഇത്ലാഖിൻ മൗഖിഇഹ في إطلاق موقعها عبر الإنترنت في عام 2008. 2008 വർഷത്തിലാണ് പിന്നെ ഇന്റർനെറ്റിലൂടെ അവരുടെ ആദ്യത്തെ വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. ഇത്ലാഖ് ലോഞ്ച് ചെയ്യാൻ ആരംഭിച്ചത്. അപ്പൊ ഇതാണ് സ്വഹീഫത്തുർ റഈ എന്ന പത്രത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പോ അടുത്ത പത്രത്തിലേക്ക് വരുമ്പോ ജരിയത്തുൻ നഹാർ. അന്നഹാർ എന്ന് പറയുന്ന പത്രമാണ്. ഇതെല്ലാം ചിത്രങ്ങളും കവർ പേജും ഒക്കെ എന്തായിട്ടുണ്ട്, നിങ്ങളുടെ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ടാവും. നോക്കൂ. മിൻ അഹമ്മി അസുഹഫിൽ യൗമിയത്തുൽ ലുബ്നാനിയ അല്ലത്തി തുനാഖിഷു ഖളായ അൽ ബലദി. അപ്പോൾ രാജ്യത്തിലുള്ള വിവിധ ഇഷ്യൂകൾ അല്ലെങ്കിൽ വാർത്തകൾ ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു ലബനാനി ദിനപത്രത്തിൽ, ലബനാനിലെ അറിയപ്പെട്ട പ്രധാനപ്പെട്ട ദിനപത്രങ്ങളിൽപ്പെട്ട ഒരു പത്രമാണ് ജരിയത്തു അന്നഹാർ. അപ്പൊ അതും അറബിക്കാണ്. നമ്മൾ അറബിക് പത്രങ്ങളെ കുറിച്ചാണല്ലോ ചർച്ച. പിന്നെ അത് അങ്ങേറ്റം ഗൗനിക്കുന്നുണ്ട് എന്ത്, അതിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളും, അഹ്ദാസ് എന്ന് പറഞ്ഞാൽ ഇൻസിഡൻസ് എന്നാണ്, എല്ലാ സംഭവങ്ങളും പെടുത്താൻ. വല്ലത്തി തമ്മ തഅസീസുഹ അലാ യദി ജിബ്രാൻ. അതിന്റെ അസ്ഥിവാരം ഇടുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പത്രം ആരംഭിക്കുന്നത് അലി ജിബ്രാൻ എന്ന് പറയുന്ന ആൾ മുഖേനയാണ്. ജിബ്രാൻ, അലി ജിബ്രാൻ അല്ല, അലാ യദി ജിബ്രാൻ തുവൈനി എന്ന് പറയുന്ന ഒരാൾ മുഖേനയാണ് എന്ത് ചെയ്യുന്നത്, പത്രം എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. വസ്തിറത്ത് അൽ അദദൽ അവല ഫി ആം 1933. അതിന്റെ ആദ്യത്തെ കോപ്പി പബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1933 വർഷത്തിലാണ്. അതോടുകൂടി എന്ത് ചെയ്തു, ആ പത്രത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആയ സംഗതികളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. മറ്റൊന്ന് സ്വഹീഫത്തു ഉക്കാൽ ആണ്. അതും ഒരു അറബിക് പത്രമാണ്. ഉക്കാൽ എന്ന് പറയുന്ന ദിനപത്രം. സ്വഹീഫത്തുൻ സഊദിയത്തുൻ തുസ്തറു ബിൽ ലുഗത്തിൽ അറബിയത്തി. അറബി ഭാഷയിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഒരു അറബിക് പത്രമാണ്. മുൻദു ആമി 1960. 1960 അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആര് മുഖേന? അലാ യദി അഹ്മദ് അബ്ദുൽ ഗഫൂർ അത്താർ എന്ന് പറയുന്ന ആൾ മുഖേനയാണ് ആ പത്രം സ്റ്റാർട്ട് ചെയ്തത്. സുമ്മിയത്ത് ബി ഹാദൽ ഇസ്മി ഇക്തിദാം ബിസ്സൂഖി ഉക്കാൽ. ഈ പേര് ലഭിച്ചത് നമ്മളെ ജാഹിലിയ കാലഘട്ടത്തിലെ ഉക്കാൽ ചന്ത ഉണ്ടല്ലോ, ആ ചന്തയുടെ പേരിലാണ്, അതിനോട് പിന്തുടർന്നുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. വല്ലദി യുഅദ്ദു വാഹിദൻ മിൻ അഹമ്മി അസ്വാഖിൽ അറബി ഫിൽ ജാഹിലിയത്തി ബിത്തായിഫ്. സൗദിയിലെ തായിഫിലുള്ള ജാഹിലിയ കാലഘട്ടത്തിലെ നമ്മളെ സബുഉൽ മുഅല്ലഖാത്തിന്റെ കഥകളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിൽ പറയുന്ന ജാഹിലിയ കാലത്തെ അറബികളുടെ സൂക്കുകളിൽപ്പെട്ട ഒരു സൂക്കാണ് ഉക്കാൽ ചന്ത. ആ ഉക്കാൽ ചന്തയിൽ നിന്ന് പേര് സ്വീകരിച്ചിട്ടാണ് അവര് ഈ പത്രത്തിന് സ്വഹീഫത്തു ഉക്കാൽ എന്ന് പേരിട്ടിട്ടുള്ളത്. അപ്പൊ ഈ പോയിന്റ് ഒക്കെ എന്താ ചെയ്യാ, നിങ്ങൾ ഓർത്തു വെക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കാൻ പറ്റിയ പോയിന്റുകളാണ് ഇതെല്ലാം. അടുത്തത് ജരിയത്തുൽ ഖുദ്സ്.
ഖുദ്സ് എന്ന് പറയുന്ന പത്രത്തെ കുറിച്ചാണ്. എന്താ പറയുന്നത്? മിൻ അഖദമിൽ ജറായിദിൽ യൗമിയത്തി ഫി ഫലസ്തീൻ. ഇപ്പോ ഫലസ്തീനിലെ ദിനപത്രങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന പത്രങ്ങളിൽപ്പെട്ട ഒന്നാണ് ജരിയത്തു അൽ ഖുദ്സ്. വല്ലത്തി തമ്മ തഅസീസുഹ ആം 1951. അത് ഉണ്ടാക്കിയത് 951 ഓക്കെ. ആര് മുഖേന? അലായതി മഹ്മൂദ് അബുസലഫ് എന്ന് പറയുന്ന ആളാണ് ഇതിന് നേതൃസ്ഥാനം വഹിച്ചത്. തഹദിഫു ഇലാ തഗ്തിയത്തി കാഫത്തിൽ അഹ്ദാസി വതഹ്ലീലിൽ വദ്ഇ ഫി ഫലസ്തീൻ. ഫലസ്തീനിന്റെ എല്ലാ സംഭവങ്ങളും കവർ ചെയ്യുന്നതിന് ലക്ഷ്യമാക്കിയാണ് അവരിത് ആരംഭിച്ചത്. വതഹ്ലീലിൽ വദ്ഇ ഫി ഫലസ്തീൻ, അതുപോലെ ഫലസ്തീന്റെ വിവിധ അവസ്ഥകൾ വിശകലനം ചെയ്യുന്ന പത്രം കൂടിയാണിത്. യതജാവസു തദാവുലഹാൽ യൗമി. കണ്ടല്ലോ എത്ര നുസ്ഖയാണ്? 80,000 നുസ്ഖകൾ. എന്നുവെച്ചാൽ ഈ തദാവുൽ എന്ന് പറഞ്ഞാൽ സർക്കുലേഷൻ ആണ്. അപ്പൊ അവരുടെ ഈ ദിനപത്രത്തിന്റെ സർക്കുലേഷൻ നമ്മൾ പറയുന്നത് 80,000 കോപ്പിയോളം വരും. അത്രമാത്രം കോപ്പികൾ അവർക്ക് ദൈനംദിനം അവർക്ക് ചെലവായി പോകുന്നുണ്ട്. അത്രയും സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പത്രമാണിത്. ഈ മൊത്തത്തിൽ പൊതുവെയുള്ള പത്രങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇതിലെല്ലാം വരുന്ന കോമൺ ആയിട്ട് വരുന്ന കുറെ ടേംസുകൾ ഉണ്ട്. തഗ്തിയത്ത് തന്നെ കവർ ചെയ്യുക, അതുപോലെ കാഫത്തുൽ അഹ്ദാത്ത്, അതുപോലെ ഈ തഹ്ലീല് വിശകലനം ചെയ്യുക, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ, അതുപോലെ തമ്മ തഅസീസുഹ, എന്തൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പത്രത്തിന്റെ ഏത് പത്രത്തിനും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പോയിന്റ്സുകളെല്ലാം ചേർക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ടാവും. പിന്നെ അഞ്ചാമത്തെ ഒരു പത്രമാണ് സ്വഹീഫത്തു അഷ്റൂഖ്. ഷുറൂഖ് എന്ന് പറയുന്ന പത്രം. സ്വഹീഫത്തുൻ യൗമിയത്തുൻ ജസാഇരിയത്തുൻ. ഇത് അൽ ജസീർ ജസാഇരിയ അഥവാ അൾജീരിയയിലുള്ള ഒരു അറബിക് പത്രമാണ് ഈ പറയുന്ന സ്വഹീഫത്തു അഷ്റൂഖ്. ഓക്കെ. സുദ്ദറത്തിലെ അവലി മറദിൻ ഫി ആം 1990 ആദ്യത്തെ ഇതിന്റെ കോപ്പി ഇറങ്ങുന്നത്. തത്ത മുസമ്മ ഷുറൂഖുൽ അറബി. അന്ന് ഇതിന്റെ പേര് ഷുറൂഖുൽ അറബി എന്ന പേരിലായിരുന്നു അത് പബ്ലിഷ് ചെയ്തിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ. പിന്നെ പറയുന്നത് എന്താണ്? വേറൊരു കാര്യം പറയുന്നത് കമാ യുസ്തറു മൗഖിഅഹ ഇലക്ട്രോണി. അതിന്റെ ഇലക്ട്രോണിക് വെബ്സൈറ്റ് എന്ന് വെച്ചാൽ നമ്മളെ ഓൺലൈനിലുള്ള ഈ പത്രം എന്ന് പറയില്ല, ഈ ന്യൂസ് പേപ്പർ അവതരിച്ചിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ബിസലാസി ലുഗാത്തിൻ, 3 ഭാഷകളിലാണ്. വഹും അൽ അറബിയ വൽ ഇൻഗ്ലീസിയ വൽ ഫ്രാൻസിയ. അഥവാ അറബിക്, ഇംഗ്ലീഷ്, ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷകളിലൊക്കെ അവരുടെ ഈ ന്യൂസ് പേപ്പർ വർക്ക് ചെയ്യുന്നുണ്ട്. എബിലു തദാവുലുഹ മാ യഖ്റബു മിൻ. അത് കണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു ആവർത്തിച്ചു വരുന്ന പ്രയോഗമാണ് തദാവുൽ. അഥവാ അതിന്റെ സർക്കുലേഷൻ ഏതാണ്ട് 60,000-ഓളം കോപ്പി വരും ദിവസവും. അത് ദിവസവും 60,000-ഓളം കോപ്പികൾ ചെലവാക്കപ്പെടുന്ന വളരെ പഴക്കം ചെന്ന ഒരു പത്രമാണത്. അടുത്ത നമ്മൾ ഇനി പറയാൻ പോകുന്ന കുറച്ച് ഈജിപ്ഷ്യൻ പത്രങ്ങളെ കുറിച്ച്. ഇതെല്ലാം അറബിക് പത്രങ്ങളാണ് കേട്ടോ. ജരിയത്തുൽ യൗമുസ്സാബി എന്ന് പറയുന്ന അൽ യൗമുസ്സാബി എന്ന് പറയുന്ന പത്രം. ജരിയത്തുൻ യൗമിയത്തുൻ മിസ്രിയ. ഇതൊരു ഈജിപ്ഷ്യൻ ദിനപത്രമാണ്. മുത്തനവ്യാത്തുൻ, അത് വ്യത്യസ്ത വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന. സുദ്ദിറത്ത് ഫി ആമി 2008. 2008 എന്തായിരുന്നത് ഈ ഒരു പത്രം പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ബിശക്കിലിൻ ഉസ്ബുഈൻ. അന്ന് ഇതൊരു വാരാന്ത്യ മാധ്യമം എന്നൊക്കെ നിലക്ക് ആഴ്ചതോറും ഇറങ്ങുന്ന ഒരു പത്രമൊക്കെ ആയിരുന്നു. ومع وضع هلول عام 2011 ومع هلول عام 2011 അവതരിച്ചതോടുകൂടെ കേട്ടോ. ومع رضوي എന്നുള്ളതില്ല, അത് അറിയാതെ വന്നു പോയതാണ്. ومع هلول عام എന്നുള്ളത് 2011 തമ്മ സുദൂറുഹ ബിശക്ലിൻ യൗമിയൻ. ഈ പത്രം എന്താ തുടങ്ങി? ഒരു വാരാന്ത്യ പത്രം എന്നുള്ളതിൽ നിന്ന്, ഒരു വീക്കിലിയിൽ നിന്ന് ഒരു ഡെയിലി ന്യൂസ് പേപ്പർ ആയിട്ട് ഇത് മാറി. അതാണ് മിൻ അബ്രസി മിലാക്കിഹ റജുലുൽ അഅമാലി അഷ്ഹീർ അഹ്മദ് അബു ഹഷീമ. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓണറായിട്ട് അറിയപ്പെടുന്നത് വളരെ ഫേമസ് ആയ ഈജിപ്തിലെ ബിസിനസ് മാൻ അഹ്മദ് അബു ഹഷീമ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ നമുക്കറിയാം ഇല്ല എങ്കിലും ഈജിപ്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ ആണ് ഈ പത്രം തുടങ്ങി വെച്ചിട്ടുള്ളത് പറഞ്ഞതിന് സാരം. ഓക്കെ.
അടുത്തൊരു പത്രമാണ് ജരിയത്തു അൽ മിസ്രിയ ലൗം, അൽ മിസ്രിയ ലൗം എന്ന് പറയുന്ന ഈജിപ്ത് ടുഡേ എന്നൊക്കെയാണ് അതിന്റെ ഏകദേശം ഒരു ട്രാൻസ്ലേഷൻ പറയാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരു പത്രം. അതെന്താണ്? ജരിയത്തുൻ മിസ്രിയത്തുൻ മുസ്തഖില്ലത്തുൻ താബിയത്തുൻ ലിമുഅസ്സിസത്തി അൽ മിസ്രിയ ലൗം ലിസ്സിഹാഫത്തി വന്നശർ. ഈ പറയുന്ന പത്രം അത് പിന്നെ ഈജിപ്തിലെ ഒരു ഫൗണ്ടേഷന്റെ കീഴിൽ വരുന്ന ഫൗണ്ടേഷൻ ഫോർ പ്രസ് ആൻഡ് പബ്ലിഷിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഫൗണ്ടേഷന്റെ കീഴിൽ വരുന്ന ഒരു ഇൻഡിപെൻഡന്റ് ഈജിപ്ഷ്യൻ ന്യൂസ് പേപ്പറാണത്. എന്നുവെച്ചാൽ അവിടെ ഗവൺമെന്റിന്റെ കീഴിലുള്ള പത്രങ്ങളാണ് കുറെ ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വതന്ത്രമായ ഒരു ഈജിപ്ഷ്യൻ പത്രമാണ് ഈ പറയുന്ന ഏത് ജരിയത്തു അൽ മിസ്രി അൽ യൗം എന്നുള്ളത്. ഫി ആമി 2004, അതായത് 2004 ഇത് ഉണ്ടാക്കുന്നത്. അതായത് അൻവർ അൽ ഹിവാരി എന്ന് പറയുന്ന ആൾ മുഖേന. وتعد من أقوى صحف المنافسة للجرائد الحكومية التي استطاعت استقطاب الكثير من الكتاب. ധാരാളം എഴുത്തുകാരെ ആകർഷിക്കാൻ കഴിഞ്ഞ ഈജിപ്തിലെ വിവിധ ഗവൺമെന്റ് പത്രങ്ങളോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ മത്സരിക്കുന്ന വളരെ ശക്തമായ പത്രങ്ങളിൽപ്പെട്ട ഒരു പത്രമായിട്ടാണ് ജരിയത്തുൽ മിസ്രി അൽ യൗമിനെ ഗണിക്കപ്പെടുന്നത്. ഇസ്തിഖ്താബ് എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക കേട്ടോ. ധാരാളം എഴുത്തുകാരെ ആകർഷിക്കുന്ന ഒരു പത്രം കൂടിയാണ് ഈ പറയുന്ന ജരിയത്തുൽ മിസ്രി അൽ യൗം. അപ്പൊ ആ പത്രവും അവിടെ അവസാനിച്ചു. ഇതോടുകൂടി എന്ത് ചെയ്തു? നമ്മളെ പത്രത്തിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട അറബി പത്രങ്ങളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ അവിടെ അവസാനിച്ചു. നമുക്ക് ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് എസ്എ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ഉക്തുബ് മഖാലത്തൻ അനിൽ മജല്ലാത്തിൽ അറബിയ. അറബിക് മാഗസിനുകളെ കുറിച്ച് ഒരു ലേഖനം എഴുതുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതും ഒരു 10 മാർക്കിന്റെ എസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്രധാനപ്പെട്ട മാഗസിനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, 25 അൽ മജല്ലത്തു മുഖ്തലിഫുൻ തമാമൻ. നോക്കട്ടോ, അൽ മജല്ലത്തു മുഖ്തലിഫുൻ തമാമൻ അനിസ് സുഹുഫി ഫി ശക്ലിഹാ മുഹ്തവാഹ. ഒരു മാഗസിൻ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് പത്രങ്ങളിൽ നിന്ന്. ഫി ശക്ലിഹ, അതിന്റെ രൂപം, അതുപോലെ അതിന്റെ കണ്ടന്റ് എന്ന ബേസിലൊക്കെ നോക്കുമ്പോൾ പത്രവും ഒരു മാഗസിനും തീർത്തും വ്യത്യസ്തമാണ്. ഫയക്കൂനു ഫിഹാൽ ഗിലാഫു മിസ്ലൽ കിതാബി. മാഗസിനുകളിൽ എപ്പോഴും ഒന്നുണ്ടാവും, ഗിലാഫ് ഉണ്ടാവും, കവർ പേജ് ഉണ്ടാവും അല്ലെ? ഏത് മാഗസിനും അതിന്റെ ചട്ടയിൽ കുറെ ചിത്രങ്ങളും അതിലുള്ള ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചട്ട, ഒരു പുസ്തകം പോലെ ഉണ്ടാകും. പത്രത്തിൽ അങ്ങനെ ചട്ടയൊന്നും ഉണ്ടാവാറില്ല. വലഹ സൂഫുൻ മുഖസ്സസ ലിൽ മവാദിഇൽ മുഖ്തലിഫ. വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അതിന് പ്രത്യേകമായ ചില പേജുകൾ നീക്കി വെച്ചിട്ടുണ്ടാവും. മിഥൽ അസിയാഇ വൽ ഫന്നി വത്വആമി. അതിൽ പല വിഷയങ്ങൾ വരാം. ഫാഷൻ ഉണ്ടാവും, അതുപോലെ ആർട്ട് ആണ് ഫന്ന്, അതുപോലെ ത്വാം ഫുഡ്, ഇങ്ങനെയുള്ള പല സംഗതികളും കണ്ടന്റുകളായിട്ട് ഈ പറയുന്ന മാഗസിനുകളിൽ ഉണ്ടാകും. വൽ മജല്ലത്ത് തുസ്തറു അഹിയാനൻ ദൗരിയൻ. മാഗസിനുകൾ അധികവും പബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഒരു പീരിയോഡിക്കലിയാണ്. ദൗരി എന്ന് പറഞ്ഞാൽ പീരിയോഡിക്കൽ എന്ന് വെച്ചാൽ കൃത്യമായ ഒരളവിൽ, ഒരു മാസം അല്ലെങ്കിൽ വാരാന്ത്യ മാഗസിനുകളായിരിക്കാം, വാരിക എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാസികയാവാം, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ വരുന്ന ദ്വൈവാരികളാവാം, അങ്ങനെ പലതും. ഒരു പീരിയോഡിക്കലിയാണ് ഇത് പലപ്പോഴും പബ്ലിഷ് ചെയ്യപ്പെടുക. ഔവലു മജല്ലത്തിൻ ഫിൽ ആലമി മജല്ലത്തുർ റജുൽ. ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ മാഗസിൻ എന്ന് പറയുന്നത് മജല്ലത്തുർ റജുൽ എന്ന് പറയുന്ന മാഗസിനാണ്. അല്ലത്തി സുദ്ദിറത്ത് മിൻ ലണ്ടനിൽ നിന്നാണ് അത് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഫബഅദു മിൻഹ അൻശഅത് മവാഖിൽ ഇലക്ട്രോണിയ. അപ്പൊ അതിൽ ചില മാഗസിനുകൾ എന്താക്കിയിട്ടുണ്ട്, അവരുടെ ഇലക്ട്രോണിക് വെബ്സൈറ്റുകൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലിസ്തിഖ്താബിൽ ഖുറാഇ വൽ ബാഹിസീന. വിവിധ വായനക്കാരെയും ഗവേഷകന്മാരെയും ഒക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മിൻ ഹൗലിൽ ആലം, ലോകമൊട്ടുക്കുമുള്ള. മിൻ അഹമ്മി മജല്ലാത്തിൽ അറബിയത്തി. അറബി മാഗസിനുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാഗസിനുകളിൽ പെട്ടതാണ് മജല്ലത്തു അൽ അറബി അൽ കുവൈത്തി. മജല്ലത്തു അൽ അറബി അൽ കുവൈത്തി എന്ന് പറയുന്ന ഒരു മാഗസിൻ. വേറെ എന്താണ്? മജല്ലത്തു അൽ മുജ്തമ എന്ന് പറയുന്ന വേറെ മാഗസിൻ. അതുപോലെ മജല്ലത്തു അൽ ഫുർഖാൻ എന്ന് പറയുന്ന മാഗസിൻ. അമൽ ഊല, അതിൽ ആദ്യം പറഞ്ഞ മജല്ലത്തുൽ അറബി അൽ കുവൈത്തി എന്ന് പറയുന്നത്, മജല്ലത്തുൽ അറബി അൽ കുവൈത്തി ഹിയ മിൻ അഖദമിൽ മജല്ലാത്തി സഖാഫിയ. വളരെ പഴക്കം ചെന്ന
കൾച്ചറൽ ആയിട്ടുള്ള, അതായത് സാംസ്കാരികമായ മാഗസിനുകളിൽപ്പെട്ട ഒരു മാഗസിനാണ്. വയ്യത്ത് ഉസിസത്ത് ആമു 1958 1958 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. തുസ്തറു അൻ വസാറത്തിൽ ഏലാമി ബിൽ കുവൈത്ത്, കുവൈത്തിലെ വാർത്താവിനിമയ മന്ത്രാലയത്തിനെ തൊട്ട് പബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു മാഗസിൻ കൂടിയാണ് ഈ പറയുന്ന മജല്ലത്തുൽ അറബി അൽ കുവൈത്തി. തുനാഖസു ഫീഹാ അസ്സഖാഫത്തു മിൻ കുല്ലിൽ ജവാനിബ്, അതിൽ ചർച്ച ചെയ്യുന്നത് സംസ്കാരത്തെ കുറിച്ചാണ്. അതിന്റെ എല്ലാ സൈഡുകളും ഒക്കെ ആണ് അതിൽ, ഭാഗങ്ങളൊക്കെ ആണ് അതിൽ ചർച്ച ചെയ്യുന്നത്. താരീഖ്, അതുപോലെ ചരിത്രമാണ്. കൈഫിയത്തു ഖിറാഅത്തിഹി, അതുപോലെ ചരിത്രം എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളത് കാര്യങ്ങളും. വൽ ഫന്നി, അതുപോലെ ആർട്സ്. വഅലാഖത്തി ബിൽ മുജ്തമ, അതിൽ സമൂഹവുമായിട്ട് ഉള്ള ബന്ധത്തെ കുറിച്ചൊക്കെയാണ് ഈ മാഗസിനുകളിൽ ചർച്ചയാവാറുള്ളത്. കദാലിക ബിജാനിബിൽ ഉസ്രത്തി, അപ്രകാരം ചിലപ്പോൾ എന്തുണ്ടാവും, കുടുംബപരമായ വശങ്ങൾ കൂടി ഇതിൽ ചർച്ചയാവാറുണ്ട്. തവല്ല ദക്തൂർ അഹമ്മദ് സക്കി അല്ലദി കാന അമീദൻ ലി ജാമിയത്തുൽ ഖാഹിറ, കൈറോ യൂണിവേഴ്സിറ്റിയുടെ ഡീനായിരുന്ന അഹമ്മദ് സക്കി എന്ന് പറയുന്നത്, ഡോക്ടർ അഹമ്മദ് സക്കിയാണ് ഏറ്റെടുത്തത്. മൻസീബ ഔവല റഈസ് തഹരീരി, ഈ പറയുന്ന മാഗസിന്റെ ആദ്യത്തെ ചീഫ് എഡിറ്റർ ആയിട്ട് സ്ഥാനം. ലിഹാദിൽ മജല്ലത്തി പറയുന്ന മാഗസിന്റെ, അപ്പൊ ഈ മാഗസിന്റെ ആദ്യത്തെ ചീഫ് എഡിറ്റർ ഈ പറയുന്ന അഹമ്മദ് സക്കി എന്ന് പറയുന്ന ആളാണ്. മമ്മസാനി, രണ്ടാമത്തെ മാഗസിൻ പറയുമ്പോ മജല്ലത്തു അൽ മുജ്തമ എന്ന് പറയുന്നത് മജല്ലത്തുൻ കുവൈത്തിയത്തുൻ തുഅ്തബറു ലിസാനു ഹാലി ജംഇയ്യത്തിൽ ഇസ്ലാഹിൽ ഇജ്തിമാഇ. രണ്ടാമത് പറയുന്ന ഒരു സോഷ്യൽ റിഫോം സൊസൈറ്റി എന്ന് പറയുന്ന, ഇസ്ലാഹ് റിഫോം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് തന്നെയാണത്, അവരുടെ മുഖപത്രമായിട്ട് ഗണിക്കപ്പെടുന്ന ഒരു മാഗസിനാണ് എന്ത്, മജല്ലത്തു അൽ മുജ്തമ. ഓക്കെ, في دولة الكويت وهي واحدة من المجلات الإسلامية في العالم العربي والإسلامي. ഇസ്ലാമിക അറബ് ലോകത്തെ ഇസ്ലാമിക മാഗസിനിൽ പെട്ട ഒരു മാഗസിനാണത്. വൈക്തൗബിഹ അതുൻ കബീറും അൽ അക്കാദമിയും, ധാരാളം അക്കാഡമിഷ്യൻസ് മാഗസിനിൽ എഴുതാറുണ്ട്, ചിന്തകന്മാർ എഴുതാറുണ്ട്. അത് പബ്ലിഷ് ചെയ്യപ്പെട്ടത് മാർച്ച് മാസത്തിലാണ് 1970. കരുതപ്പെടുന്നത് മുസ്ലിമീങ്ങളുടെ, ലോകമൊട്ടുക്കുമുള്ള മുസ്ലിമീങ്ങളുടെ ഒരു മാഗസായിട്ട് അത് എന്നും അവശേഷിക്കുമെന്നാണ്. 120ഓളം രാജ്യങ്ങളിൽ ഈ മാഗസിൻ എന്താവുന്നുണ്ട്, പിന്നെ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. അത് ഓൾറെഡി നമ്മൾ മറ്റൊരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറഞ്ഞത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്നില്ല. ഇനി അവസാനത്തെ ഒരു മാഗസിൻ ഏതാണ്, വമ്മൽ അഖീറത്തു, അവസാനം പറയുന്ന മാഗസിൻ, അതിന്റെ പേര് മജല്ലത്തുൽ ഫുർഖാൻ എന്നാണ്. മജല്ലത്തുൻ ഇസ്ലാമിയ ദഅവിയ ഉസ്ബുഇയ, അതൊരു വാരാന്ത്യത്തിൽ, അതായത് വീക്കിലി ആയിട്ട് ഇറങ്ങുന്ന ഒരു പ്രബോധന ഇസ്ലാമിക് മാഗസിനാണ് അത്, മജല്ലത്തു അൽ ഫുർഖാൻ. തൂസിസത്ത് ആം 1989 അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. തുസ്തറു മിൻ ദൗലത്തിൽ കുവൈത്ത്, അതും കുവൈത്ത് രാഷ്ട്രത്തിൽ നിന്നാണ്. തംതലിക്കുക ജംഇയ്യത്തു ഇഹ്യാ തുറാസിൽ ഇസ്ലാമി, ഇസ്ലാമിക പൈതൃകങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ്, അവരുടെ ഓണർഷിപ്പിലുള്ള ഒരു മാഗസിനാണ് ഇത്. അപ്പൊ യാദിൽ മജല്ലത്തി ത്വാലിജു കാഫത്തൻ ഖളായ അൽ ഇസ്ലാമിയ, വിവിധ ഇസ്ലാമിക വിഷയങ്ങൾ ഒക്കെയാണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. സവാൻ നുസരിയത്തൻ ഔ ഇജ്തിമാഇയ ഔ സിയാസിയ ഔ ഇഖ്തിസാദിയ, അതിൽ കുടുംബപരമായ കാര്യങ്ങൾ ഉണ്ടാവാം, ഔ ഇജ്തിമാഇയ സാമൂഹികം ഉണ്ടാവാം, ഔ സിയാസിയ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായത് ഉണ്ടാവാം, ഔ ഇഖ്തിസാദിയ അല്ലെങ്കിൽ എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, വസ്തിഷാറാത്ത് അതുപോലെ പിന്നെ ഫത്താവ അഭിപ്രായങ്ങൾ തേടല്, അതുപോലെ ഫത്വകള്, മലഫാത്ത് ഷദീദത്തുൽ അഹമ്മിയത്തി അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിവിധ ഫയലുകൾ, ത്വാലിജു വാഖിയൽ ഉമ്മത്തി ഇപ്പൊ നിലവിൽ ഉമ്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, വിഫ്ഖ മൻഹജി അഹ്ലുസുന്നത്തി വൽ ജമാഅ, ഇതെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശൈലിയോട് യോജിച്ച രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു മാഗസിൻ കൂടിയാണ് മുകളിൽ പറയപ്പെട്ട കുവൈത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഈ മാഗസിൻ. ഓക്കെ, അപ്പൊ നമ്മളെ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഉക്തുബ വാളിഹൻ അനി തബ്വീബി, തബ്വീബിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി നമ്മളൊരു തബ്വീബിനെ കുറിച്ച്, തബ്വീബ് മലഫ് എന്ന് പറയുന്ന നമ്മളെ ഫയൽ മെനുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ തബ്വീബ് ടാബുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ഓരോ സോഫ്റ്റ്വെയറുകളിലും ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം.
ഇപ്പോൾ നമ്മളെ എക്സലിൽ മൈക്രോസോഫ്റ്റ് എക്സലിൽ ഉണ്ടാവുന്ന ശൈലിയാവില്ല മൈക്രോസോഫ്റ്റ് വേർഡിൽ ഉണ്ടാവുക. മൈക്രോസോഫ്റ്റ് വേർഡിൽ ഉണ്ടാവുന്ന കാര്യമല്ല ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുക പവർ പോയിന്റിൽ ഉണ്ടാവുക. അപ്പൊ ഏതായാലും അതിനെക്കുറിച്ച് വ്യതിരിക്തമായിട്ട് പ്രത്യേകം വേർതിരിച്ച് എന്താണ് തബ്വീബ് എന്നും ഏതെല്ലാം തബ്വീബുകൾ ഉണ്ട് എന്നും അങ്ങനെ കൃത്യമായിട്ട് പറയുന്നില്ല. പിന്നെ ഓരോ സോഫ്റ്റ്വെയർ അഥവാ പിന്നെ മൈക്രോസോഫ്റ്റ് വേർഡിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ അതിന്റെ വിവിധ തബ്വീബുകളെ കുറിച്ച് അഥവാ അതിന്റെ വിവിധ ടാബുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോവുക എന്നല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ചെയ്യുന്ന രൂപത്തിൽ പറഞ്ഞു കാണുന്നില്ല. അതിലിപ്പോ ഫയല്, ഇൻസേർട്ട്, ഹോം പേജ്, പേജ് ലേഔട്ട്, അതുപോലെ പ്രസന്റേഷൻ അങ്ങനെ തുടങ്ങിയ വിവിധ തബ്വീബുകളെ കുറിച്ച് അവിടെ ചർച്ചയാക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനെ കൃത്യമായി പറയാൻ അതിൽ ബുക്കിലില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിന്റെ ആൻസർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല പരീക്ഷയ്ക്ക് ഇങ്ങനെ ഈ ചോദ്യം വരികയാണെങ്കിൽ തൽക്കാലം ആ ചോദ്യം ഒഴിവാക്കിയിട്ട് അതിനേക്കാൾ നല്ല ചോദ്യങ്ങൾ അപ്പുറത്ത് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും ബുദ്ധി. കാരണം ഈ തബ്വീബിന്റെ വിഷയത്തിലൊക്കെ വരുമ്പോൾ ഒരുപാട് ടേംസുകൾ വരുന്നുണ്ട്. അപ്പൊ ആ ടേംസുകളുടെ ഒക്കെ അറബി അറിയേണ്ടി വരും. അപ്പോ അതല്ലാത്ത മറ്റു ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നതായിരിക്കും നന്നാവുക എന്നും ഓർമ്മിപ്പിക്കുന്നു. നമ്മളെ അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഉക്തുബ് അനിൽ ഫവാഇദി വൽ ഇസ്തിമാലാത്തി ലി മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് അഥവാ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന്റെ ഉപയോഗങ്ങളും അതിന്റെ പ്രയോജനങ്ങളും എന്ത് ചെയ്യുക എഴുതുക. ഞാൻ പുസ്തകങ്ങൾ എടുത്തു നോക്കിയപ്പോൾ പുസ്തകത്തിൽ പവർ പോയിന്റിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പവർ പോയിന്റ് എന്താണെന്ന് ചെറിയൊരു ഷോർട്ട് നൽകിയിട്ടുണ്ട്. അതിന്റെ ഉപയോഗങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പവർ പോയിന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ നെറ്റിൽ നിന്നും മറ്റൊക്കെ കിട്ടിയതിന്റെ സഹായത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പവർ പോയിന്റിന്റെ ഉപയോഗങ്ങൾ, ഇസ്തിമാലാത്തുകൾ, അതിന്റെ ഫവായിദുകളൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആവശ്യത്തിലേക്ക് പോവാം. നോക്കൂ, ആദ്യം പറയുന്ന ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്താ പറയുന്നതില് ബർനാമിജ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് അഹദുൽ ബർനാമിജ് ലിംന ഹസ്മത്തി ഓഫീസ് അഥവാ നമ്മൾ ഈ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്ന ആ പ്രോഗ്രാം ബർനാമിജ് എന്ന പ്രോഗ്രാം അത് എന്താണ് പിന്നെ MS ഓഫീസിന്റെ പാക്കേജിൽ പെട്ട ഒരൊറ്റ സോഫ്റ്റ്വെയർ ആണ്. അതായത് നമുക്കറിയാം MS ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജ് ആയിട്ടാണ് ഒരു 6-7 വരുന്ന സോഫ്റ്റ്വെയറുകളുടെ ഒരു പാക്കേജ് ആയിട്ടാണ് സാധനം വരാറുള്ളത്. വേർഡ്, എക്സൽ, പവർ പോയിന്റ് എന്ന് തുടങ്ങി ഒരുപാട് സംഗതികളെല്ലാം ഉൾക്കൊള്ളുന്ന 6-7 വരുന്ന സോഫ്റ്റ്വെയറുകളുടെ ഒരു കൂമ്പാരം അതിനാണ് MS ഓഫീസ് എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പൊ MS ഓഫീസിന്റെ ഭാഗമായിട്ടുള്ള ലിംനു ഹസ്മത്ത് ഓഫീസിനെ MS ഓഫീസ് ഉദ്ദേശിച്ച നേരത്തെ പറഞ്ഞ പോലെയുള്ള ഓഫീസ് പാക്കേജ് എന്നുള്ള MS ഓഫീസ് പാക്കേജിൽ പെട്ട ഒരൊറ്റ സോഫ്റ്റ്വെയർ ആണ് പവർ പോയിന്റ്. സുമിമ ഹാദൽ ബർനാമിജ് ലിഇദാദി അൽ അറൂദ് തഖ്ദീമിയ ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് സുമിമാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് കാര്യമായിട്ട് എന്തിനാണ് നമ്മളെ അറൂദ് തഖ്ദീമി എന്ന് നമ്മൾ പറയുന്ന പ്രസന്റേഷൻ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാധാരണ ഈ പിന്നെ ക്ലാസ് എടുക്കുന്ന അധ്യാപകന്മാരും മറ്റുമൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ക്ലാസ് എടുക്കുമ്പോൾ കുറെ സ്ക്രീനിലും മറ്റൊക്കെ എന്ത് ചെയ്യും ഈ PPT ഫയലുകൾ അഥവാ പവർ പോയിന്റിന്റെ ട്രാൻസിഷന്റെ ഫയലുകൾ എന്ത് ചെയ്യും സേവ് ചെയ്തിട്ട് അതെങ്ങനെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് ആണ് അവർ ക്ലാസ്സുകൾ എടുക്കാറുള്ളത്. ഇതേ നമ്മൾ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പ്രസന്റേഷൻ ഉണ്ടാക്കലാണ് ഇതിന്റെ കാര്യമായ ധർമ്മം. അതിൽ ബർനാമിജ്മിൽ അദവാത്തി വത്തസീലാത്ത് അപ്പൊ ഈ സോഫ്റ്റ്വെയർ നൽകുന്നുണ്ട് ധാരാളം ടൂൾസുകൾ, സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. എന്തിന്? ലിഇദാദി ശറാഇഹി വിവിധ സ്ലൈഡുകൾ ഉണ്ടാക്കാൻ. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രസന്റേഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് സ്ലൈഡുകൾ കൂടി ചേർന്നതാണ് ഒരു പ്രസന്റേഷൻ. അപ്പോൾ അങ്ങനെ സ്ലൈഡുകൾ ഉണ്ടാക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അറുളിയമായ സൂറത്തി സൗത്തി വൽ വീഡിയോ മാൻ ആണെങ്കിൽ ശബ്ദവും അതുപോലെ ചിത്രവും വീഡിയോ ഒക്കെ എല്ലാം ഉൾപ്പെടെ ഉള്ള പ്രസന്റേഷനുകൾ സ്ലൈഡുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സോഫ്റ്റ്വെയർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് ആദ്യമേ പറയുന്നത്. അപ്പൊ അതൊരു ഉപയോഗമാണല്ലോ. ഇനി പുസ്തകത്തിൽ ഇല്ലാത്ത ചില പോയിന്റുകളാണ് താഴെ പറയുന്നത്. യുംകിനു തൽഖീസ് ഫവായിദ ബർനാമിജ് പവർ പോയിന്റ് ഫി നിഖാത്തില്ലാത്തിയ താഴെ പറയുന്ന പോയിന്റുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോഫ്റ്റ്വെയറിന്റെ ഉപകാരങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒന്നെന്താണ് ഇൻഷാഉൽ അറൂദ് തഖ്ദീമിയ, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രസന്റേഷൻ ഉണ്ടാക്കൽ. ഹൈസു യുതീഹു അൽ ബർനാമിജ് ലിൽ മുസ്തഖ്ദിമീന ഇംകാനിയത ഇൻഷാഇ അറുളി ശറാഇഹ തഹ്തവി മഅലൂമാത്തിൻ മുലാഹദാത്തിൻ മുഖ്തലിഫ വ്യത്യസ്തങ്ങളായ നോട്ട്സുകൾ അതുപോലെ
ഇൻഫർമേഷൻ എല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള സ്ലൈഡുകൾ, മാലുമാ തന്നെ ഇൻഫർമേഷൻ തഹ്തവി ഉൾക്കൊള്ളുന്ന ഷറായിഹ അങ്ങനത്തെ ഓരോ സ്ലൈഡുകൾ ഉണ്ടാക്കാൻ ഈ ഇതിന്റെ യൂസേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, സൗകര്യം നൽകുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്സ്. അപ്പൊ ഒന്നാമത്തെ ഉപകാരം കഴിഞ്ഞു. രണ്ടാമത്തത് ഇംകാനിയത്തു തഖ്ദീമി അർളി ഷറാഇഹി അമാമ ജമാഹിരിൻ മുഖ്തലിഫ, വ്യത്യസ്തമായ ഓഡിയൻസിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജമാഹിർ എന്ന് പറഞ്ഞ ഓഡിയൻസ്, നമുക്ക് ഈ പറയുന്ന സ്ലൈഡുകൾ പ്രസന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ പ്രസന്റേഷൻ ഉണ്ടാക്കാൻ പറ്റും. വലിയ മവാദിയ മുഖ്തലിഫ, വ്യത്യസ്തമായ വിഷയങ്ങൾക്കും പറ്റും. ഐസു യുംകിനു അർളുഹു അമാമ തുല്ലാബിൽ ജാമിയാത്തി വൽ മദാരിസ്, നമ്മുടെ വിവിധ സ്ഥാപനങ്ങളിലെ അതുപോലെ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, പ്രസന്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പ്രസന്റേഷനുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഔ യുംകിനു ഇസ്തിഖ്ദാമുഹു ഫിൽ അറൂദ് തിജാരിയ, അല്ലെങ്കിൽ വേണമെങ്കിൽ എന്തിനും പറ്റും, കൊമേഴ്ഷ്യൽ പ്രസന്റേഷൻ അഥവാ കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു ഫേമിന്റെ ഒക്കെ അതിന്റെ ലക്ഷ്യങ്ങൾ, അത് എൻ്റെ ചരിത്രം ഒക്കെ ഇതേപോലെ സ്ലൈഡുകളാക്കി ഉണ്ടാക്കിയിട്ട് നമുക്കതിന്റെ വാർഷികത്തിനോ മറ്റോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കാനൊക്കെ സഹായിക്കും. വിവിധ യോഗങ്ങളിൽ, അപ്പൊ യോഗങ്ങളിൽ നമുക്ക് ഇതേപോലെയുള്ള കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രസന്റേഷനുകൾ ഉണ്ടാക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അമാമൽ മുവദ്ദിഫീന വഗൈരിഹിം, അതെ വിവിധ ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റുള്ളവരുടെയൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട്. അതാണ് മറ്റൊരു പ്രയോജനം. മറ്റൊന്ന് ഇംകാനിയത്തു അർളി മലഫാത്തി വർബോയൻസ് അല മുഅ്ലമി അജ്ഹിദത്തിൽ മുസ്തഖ്ദിമീൻ. മറ്റൊരു കാര്യം പറയുന്നത്, ഈ പവർ പോയിന്റിന്റെ ഫയലുകൾ പിന്നെ ഏതാണ്ട് എല്ലാ ഡിവൈസസുകളിലും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഉപയോഗിക്കുന്ന ആളുകളെല്ലാം ഏതാണ്ട് എല്ലാ ഡിവൈസുകളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു ആക്സസ് ഉണ്ട്. എവിടെയും അത് ഈ പവർ പോയിന്റ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പറഞ്ഞു. നദറൻ കൗനി ബർനാമിദ് ഷായിഉൻ ജിദ്ദൻ ബൈനവും, കാരണം സാധാരണക്കാരായ ആളുകൾക്കിടയിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. അതുപോലെ വുജൂദുൽ അദീദി മിൻ മീസാത്തി ലിൻശാഇ ശറാഇഹി, ഈ പറയുന്ന സ്ലൈഡുകൾ ഉണ്ടാക്കാൻ വ്യത്യസ്തമായ സവിശേഷതകൾ ഈ പറയുന്ന ആപ്ലിക്കേഷനുണ്ട്. മിഥല ഹർക്കാത്തുൽ ഇന്തിഖാലാത്തി ബൈന ശറാഇഹി, സ്ലൈഡുകൾക്കിടയിൽ നമുക്ക് വേണമെങ്കിൽ വിവിധ മോഷൻ അല്ലെങ്കിൽ ആനിമേഷൻസ്, ട്രാൻസിഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്ലൈഡ് ട്രാൻസിഷൻസ്, എന്താണെന്ന് പറഞ്ഞാൽ ഹർക്കാത്തുൽ ഇന്തിഖാലാത്ത് ബൈന ശറാഇഹി എന്ന് പറഞ്ഞു നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. റസൂമിൽ മുത്തഹരിക്കത്തിൽ മുത്തനവ്യ, അതേ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആനിമേഷൻസും സെറ്റ് ചെയ്യാൻ പറ്റും. വൽ ഖവാലിബി വഗൈരിഹ, അതുപോലെ ടെംപ്ലേറ്റ്സുകൾ ഉണ്ടാക്കാൻ പറ്റും. മറ്റൊരു പോയിന്റാണ് ഇംകാനിയത്തു തഖ്സീൻ ശറാഇഹി ബി സിയഗിൻ മുതനവ്വിഅത്തിൻ മുഖ്തലിഫ, നമുക്ക് നമ്മൾ ഇങ്ങനെ ചെയ്തു വെച്ച ഈ സ്ലൈഡുകൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് വേറെ സംഗതി. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൽ നമ്മൾ ഒരിക്കൽ ഉണ്ടാക്കി വെച്ച സ്ലൈഡുകൾ അല്ലെങ്കിൽ പ്രസന്റേഷനുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ബി സിയഗിൻ മുതനവ്വിഅത്തിൻ മുഖ്തലിഫ, അതന്നെ വ്യത്യസ്തമായ ഫോർമാറ്റുകളിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ജിഫ് ഫയലായി സേവ് ചെയ്യാൻ പറ്റും, JPG ഫയലായി സേവ് ചെയ്യാൻ പറ്റും, PDF ഫയലായി സേവ് ചെയ്യാൻ പറ്റും. അത് ഒക്കെ വലിയൊരു സൗകര്യമാണ്, ചില ഫായതകളിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇനി വേറൊരു കാര്യം പറയുന്നത്, പവർ പോയിന്റ് ബിൽ അജ്ഹിസത്തിൽ മഹ്മൂല, ഇനി നമ്മളെ സ്മാർട്ട് ഫോണുകളിൽ, നമ്മളെ കയ്യിലുള്ള ഫോണുകളിൽ മറ്റൊക്കെ ഈ പവർ പോയിന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ, യുംകിനു ലക ഇൻഷാ അൽ അറൂദ് തഖ്ദീമിയ, ഇതേപോലെയുള്ള പ്രസന്റേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. യുംകിനു ലക ഇൻഷാ അൽ അറൂദ് തഖ്ദീമിയ, പ്രസന്റ് ചെയ്യാനുള്ള നേരത്തെ പറഞ്ഞ പ്രസന്റേഷൻസ് ഉണ്ടാക്കൽ അതിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തഅദീലിഹ, അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. മൊബൈലിൽ നമ്മൾ ഈ പറയുന്ന PPT ആപ്ലിക്കേഷൻ പവർ പോയിന്റ് നമുക്ക് സേവ് ചെയ്താൽ അതിൽ ഈ പറയുന്ന രൂപത്തിൽ സ്ലൈഡുകൾ ഉണ്ടാക്കാനും അത് എഡിറ്റ് ചെയ്യാനും ബിസുഹൂലത്തിൻ വസുറഅത്തിൽ വുസൂൽ ഇലാ മലഫാത്തി പവർ പോയിന്റ് മിൻ ഖിലാലി അൽ അജ്ഹിസത്തിൽ മുഖ്തലിഫ, വ്യത്യസ്തമായ ഉപകരണങ്ങളിലൂടെ പവർ പോയിന്റ് ഫയലുകൾ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് ഷെയർ ചെയ്യാനും എത്തിച്ചേരാനും ഒക്കെ എന്ത് ചെയ്യും, അതിനെ എഡിറ്റ് ചെയ്യാനും മറ്റൊക്കെ സാധിക്കും. അൻ ത്വരീഖി മുസാമിനത്തി തത്ബീഖി മഅ വൺ ഡ്രൈവ്, അതായത് വൺ ഡ്രൈവ് എന്ന് പറയുന്ന പിന്നെ ആ ഒരു ആപ്ലിക്കേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ
സിങ്കർണൈസ് ചെയ്യാന്ന് പറയും നമ്മൾ സാധാരണ. ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, മറ്റു സംഗതിയുമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന പവർ പോയിന്റിനെ വൺ ഡ്രൈവ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനുമായി സിങ്കർണൈസ് ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് മറ്റു ധാരാളം പിന്നെ ഉപകരണങ്ങളുമായിട്ട് നമ്മൾ ചെയ്ത ഈ പവർ പോയിന്റ് ഫയലുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എത്തിച്ചേർക്കാനും ഷെയർ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സാധിക്കും എന്നാണ് പറഞ്ഞതിന്റെ മറ്റൊരു കാര്യം. ഇനി വേറെ പോയിന്റ്, അൽ വുസൂൽ ഇല അൽ മലഫാത്തി അക്സർ ഇസ്തിഖ്ദാമൻ ബിസുറഅത്തിൻ വസുഹൂലത്തിൻ മിൻ ഖിലാലി ത്വരീഖത്തിൽ അർളി ലത്തി യുവഫിറുഹ. അതായത് നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ക്വിക്ക് ആക്സസ് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച പവർ പോയിന്റ് ഫയലുകൾ ഉണ്ടാവുമല്ലോ, ആ പവർ പോയിന്റ് ഫയലുകളിലേക്ക് എത്തിച്ചേരാൻ അത് ഏതിലൂടെ, ഖിലാലി ത്വരീഖത്തി അൽ അർളി ലത്തി യുവഫിറുഹ, ഈ സോഫ്റ്റ്വെയർ കൊടുക്കുന്ന ഈ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ മുഖേന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി നമ്മൾ എപ്പോഴും തുറന്നു കൊണ്ടിരിക്കുന്ന ഈ പവർ പോയിന്റ് ഫയലുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താനും അതിലേക്ക് പെട്ടെന്ന് ഒരു ആക്സസ് കിട്ടാനും ഒക്കെ ഇത് എളുപ്പം ആക്കുന്നുണ്ട്. ഇനി മറ്റൊരു പോയിന്റാണ് ഇത്, മുഷാറക്കത്തുൽ മലഫാത്തി മഅൽ ആഖരീൻ. നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച ഫയലുകൾ ബാക്കിയുള്ളവരുമായി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. വൽ ഖുദ്റത്തി അലാ ഇദാറത്തിൽ ഉദൂനാത്തി അല്ലത്തി തംനഹു ലിൽ ആഖരീന അൽ ഖുദ്റത്ത് അല തഅദീൽ. മറ്റൊരു പോയിന്റ്, നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചൊരു പവർ പോയിന്റ് ഫയല്, ആ ഫയല് നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് അതിന്റെ പെർമിഷൻ അഥവാ അതിൽ എഡിറ്റ് വരുത്താനുള്ള പെർമിഷൻ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ അതിൽ എഡിറ്റ് വരുത്താനുള്ള പെർമിഷൻ കൊടുക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തു വെച്ച ഫയൽ മറ്റാരും എഡിറ്റ് ചെയ്യാതിരിക്കാൻ ഇത് ലോക്കഡ് ആയിട്ട് അങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അതിന് എഡിറ്റ് വരുത്താനുള്ള പെർമിഷൻ നൽകുന്ന അതിനും എന്തുണ്ട്, ഇതിൽ മാനേജ് ചെയ്യാനും ഒക്കെ ഇതിൽ സംവിധാനങ്ങളുണ്ട്. മാരിഫത്ത് ഷഖ്സില്ലദി ഖാം ബിത്തഅദീൽ, ഏതടക്കം ആരാണ് അതിൽ ചേഞ്ച് വരുത്തിയത്, എഡിറ്റ് വരുത്തിയത് എന്ന് അവരുടെ പേര് വിവരങ്ങളടക്കം ഷെയർ ചെയ്യാനുള്ള സംവിധാനങ്ങളും മറ്റൊക്കെ ഈ പറയുന്ന ആപ്ലിക്കേഷനിലുണ്ട്. അതുപോലെ ഖുദ്റത്തു അല ഇദ്റാജിൻ നമാദിജി സുലാസിയത്തിൽ അബഅദി എന്ന് വെച്ചാൽ 3D മോഡൽസ് ഇൻസേർട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. ഇദ്റാജാണ് ഇൻസേർട്ട് എന്നാണ് അർത്ഥം. 3D മോഡൽസ് എന്നാൽ 3 വശങ്ങളുള്ള ആണല്ലോ, 3 ഡയമെൻഷൻസ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. മാൽ ഖുദ്റത്തി അലാ തദ്വീരിഹാ ബി മുഖ്താരി 360 ദറജ, അതായത് വേണമെങ്കിൽ 360 ഡിഗ്രി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെങ്ങനെ കറക്കാനും റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. നമ്മൾ ചെയ്ത ഒരു പിന്നെ അങ്ങനത്തെ ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 360 ഡിഗ്രി കറക്കിയിട്ട് അതിനൊക്കെ പറ്റുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പവർ പോയിന്റിൽ അത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിന്റെ ഒരു സവിശേഷതയാണ്. അത് ഖുദ്റത്തു അലാ ഇസാലത്തി ഖൽഫിയത്തി സുവരി ബിസുഹൂലത്തിൻ, അപ്പൊ ഏതെങ്കിലും ചിത്രത്തിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നീക്കം ചെയ്യാനും ഈ പറയുന്ന പവർ പോയിന്റ് നിങ്ങളെ സഹായിക്കുന്ന പറയുന്നതൊക്കെ ഏറ്റവും ചിലപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകളിലൊക്കെ ഉണ്ടാകുന്ന ചില ഉപയോഗങ്ങളും ഫായ്ദകളും ഒക്കെ ആവാം. ഇനി അൽ ഖുദ്റത്തു അലാ തസ്ദീരിൽ അർളി തഖ്ദീമി ഇലാ ഫീഡിയോ ബിദിഖത്തിൻ ആലിയത്തിൻ തസ്ലു ഇലാ 4K. അതിന്റെ പുറമെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സംഗതി ഉപയോഗിച്ചിട്ട് പവർ പോയിന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൽ നമ്മൾ ചെയ്ത ട്രാൻസിഷൻസ്, സ്ലൈഡുകൾ, പ്രസന്റേഷൻ തുടങ്ങിയവയൊക്കെ വളരെയധികം ബദിഖത്തിൻ ആലിയത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം ഹൈ റെസൊല്യൂഷനിലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അതിനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് എന്ത് 4K എന്ന് പറയാറുണ്ടല്ലോ നമ്മള്. 4K പിന്നെ മോഡിൽ അല്ലെങ്കിൽ ആ ഫോർമാറ്റിൽ വീഡിയോകളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അതിനെ എക്സ്പോർട്ട് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പവർ പോയിന്റ് തുണക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതോടെ എന്ത് ചെയ്തു, അൽഹംദുലില്ലാ നമ്മൾ ഈ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്തു. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലും അതുപോലെ നമ്മൾ ടെലഗ്രാം ചാനലുകളൊക്കെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ നമ്മളെ നേരത്തെ നമ്മൾ ഹിസ്റ്ററി ഓഫ് ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയിരുന്നു. അതിൻ്റെയും 2ാം പാർട്ട് സാധിക്കുമെങ്കിൽ വൈകാതെ പുറത്തിറക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.